മൊത്ത പകൽക്കാലമാണെന്നാണ്. ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും നിങ്ങളുടെ മധ്യ ദൈവവചനവുമായിരിക്കാൻ അടിയന്റെ ജീവിതത്തിൽ തന്ന വലിയ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. പ്രത്യേക ഈ മീറ്റിംഗിന്റെ ഹോസ്റ്റ് ആയിരിക്കുന്ന ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന കർത്താവിന് വിലിയദാസൻ, ഫാസ്റ്റർ റോയ് ബേബി ആൻഡ് ഫാമിലി, അതുപോലെ ഇവിടെ ആയിരിക്കുന്ന എനിക്ക് പരിചയമുള്ള ചില മുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. എല്ലാവരെയും ഓർത്ത്, പ്രത്യേകിച്ച് പോളി ആന്റി, അങ്ങനെ ചില മുഖങ്ങളൊക്കെ കാണുന്നുണ്ട്. കർത്താവ് എല്ലാവരെയും ധാരാളമായി കർത്താവിന്റെ നാമത്തിൽ എന്റെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഈ പകൽക്കാലം ചില നാളുകൾക്ക് ശേഷം കർത്താനദാസന് ഓർപ്പിച്ചതുപോലെ കഴിഞ്ഞ നാളുകളിൽ ഒരു വിശ്വാസിയായിട്ട് ഞങ്ങൾ കുടുംബമായിട്ട് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുമായിരുന്നു. ഞങ്ങളുടെ ശുശ്രൂഷയുടെ, ഞങ്ങളുടെ ലൈഫിന്റെ തന്നെ ഒരു വഴിത്തിരിവ് ശരിക്കും ഈ ഒരു മീറ്റിങ്ങിലൂടെയാണ് കർത്താവ് അതിനെ പുറത്തു കൊണ്ടുവരുന്നത്. അതെനിക്ക് എവിടെ പറയുന്നതിനൊരു സന്തോഷമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങനെ പുറത്തു വന്നൊരു ഫാമിലിയാണ്. ജോലിയായിട്ടൊക്കെ ആയിരുന്ന സാഹചര്യത്തിൽ നിന്ന് കർത്താവ് ഇതാണ് ഞങ്ങളുടെ പാത, ഇതാണ് ഞങ്ങളുടെ ട്രാക്ക് എന്നും പറഞ്ഞ് ഹാലയിലെ പൂർണ്ണമായി സുശേഷ വേലയ്ക്ക് വേണ്ടി കുടുംബമായിട്ട് വിളിച്ചു വേർതിരിപ്പാൻ തക്കണം കർത്താവ് സഹായിച്ചു. അന്ന് മുതൽ ഇന്ന് വരെയും ഏകദേശം 2020 ആ ഒരു സമയത്ത് ഞങ്ങളുടെ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് കൊറോണയുടെ സമയത്ത് ആ ഒരു ടൈമിലാണ് കർത്താവ് ഞങ്ങളെ ഈ ഒരു പാതയിലോട്ട്, ദൈവത്തിന്റെ പദ്ധതിയിലോട്ട്, ഏറ്റവും ശ്രേഷ്ഠകരമായ ദൈവിക ഒരു ശുശ്രൂഷയിലോട്ട് കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിക്കുന്നത്. അന്ന് മുതൽ ഇന്ന് വരെ കർത്താവദാസനും കുടുംബവുമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഹാലയിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ദൈവവചനവുമായിട്ട് ഞാനിങ്ങനെ ദൈവസന്നിധിയിൽ കർത്താവിന്റെ നിൽക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചല്ല. അതിനുള്ള എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ബാക്ക്ഗ്രൗണ്ടോ ഒന്നും എന്റെ ലൈഫിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഹിന്ദു കുടുംബത്തിൽ നിന്ന് കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചതാണ്. ഹാലലൂയ. 99 കർത്താവ് ഞങ്ങളെ വിളിച്ചു വേർതിരിച്ചു. അന്നു മുതൽ ഇന്ന് വരെയും കുടുംബമായി കർത്താവിന്റെ നാമത്തില് കർത്താവിന് വേലയുള്ള ബന്ധത്തിലായിരിക്കുന്നു. എന്റെ ബ്രദറും സിസ്റ്ററൊക്കെ അവരൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ നാമത്തിലുള്ള എല്ലാ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഓർക്കുമ്പോഴൊക്കെ നിങ്ങളെല്ലാം കർത്താവദാസൻ മിനിസ്ട്രിയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട്. മുഖവരധികം പറഞ്ഞ് സമയം കളയുന്നില്ല. ഈ പകൽക്കാലം നമുക്ക് മുമ്പിലുള്ള ചില നിമിഷങ്ങൾ, ചുരുങ്ങിയ ചില നിമിഷങ്ങൾ, 15 മിനിറ്റ്സ്, ഏകദേശം 1 hour, അതിപ്പോ തന്നെ അങ്ങ് പോകും. ഹല്ലേലൂയ, സ്തോത്രം. വളരെ ദീർഘസമയം നിങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് സമയം ചെലവഴിക്കുന്ന കേട്ടപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. എവറി ഡേ നടക്കുന്ന ഈ മധ്യസ്ഥ പ്രാർത്ഥന കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. വലിയ ശുശ്രൂഷയാണിത്. നമ്മള് ഏറ്റവും മടി എന്ന് പറയുന്നത് പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷെ പ്രാർത്ഥിക്കാൻ ഏറ്റവും പാട്. സ്തോത്രം, ഹല്ലേലൂയ. പ്രത്യേകിച്ച് അങ്ങനെയുള്ള സമയങ്ങളിൽ ഇന്റർസെഷൻ പ്രെയർ എന്ന് പറയുന്നത് ഒത്തിരി ഉപകാരമുള്ള, ഒത്തിരി പ്രഷ്യസ് ആണ്. ഹല്ലേലൂയ. കർത്താവ് അതിനെ കർത്താവദാസനെ കുടുംബത്തിൽ ഉപയോഗിക്കുന്നത് ഓർത്ത്, ലീഡ് ചെയ്യുന്നത് ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വലിയ സാക്ഷ്യങ്ങളെ കർത്താവ് ഈ പ്ലാറ്റ്ഫോമുകൾ ഇനിയും എഴുന്നേൽപ്പിക്കട്ടെ എന്ന് പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഈ പകൽക്കാലം കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ചിന്തയെ നിങ്ങളുമായിട്ട് പങ്കുവെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ദൈവസന്നിധിക്കാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സക്കറിയ പ്രവചനം 4-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യമാണ് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്ന ആലോചന. സക്കറിയാവ് 4:7 ഞാൻ തന്നെ വായിക്കാം. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ സമഭൂമിയായി തീരും. അതിന് കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. Who are you, O great mountain, before Zerubbabel? You shall become a plain, and he shall bring forth the capstone with shouts of grace to it. ഹല്ലേലൂയ. ഇംഗ്ലീഷൂടെ വായിച്ചത് കുറച്ചുകൂടി ക്ലിയർ ആകാൻ വേണ്ടിയിട്ടാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഒരു നിമിഷം കേൾക്കപ്പെട്ട ആ ദൈവ ആലോചനയ്ക്ക് മുമ്പാകെ, വചനത്തിന് മുൻപാകെ നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ വേർതിരിക്കുക. കർത്താവദാസൻ ഓർപ്പിച്ചതുപോലെ ഹല്ലേലൂയ, നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ പൂർണ്ണമായും കർത്താവിനെ നമ്മളെ ആയിരിക്കുന്നുവെങ്കിൽ തീർച്ചയായും ദൈവത്തിന്റെ കരത്തിന്റെ പ്രവൃത്തി കണ്ട് എഴുന്നേൽക്കാൻ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ബോഡി ഇവിടെ ഇരുന്നിട്ട് നമ്മുടെ മൈൻഡ് ഐലിയിലെല്ലാം പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഹല്ലേലൂയ, ഇത് ആത്മാവുമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ദൈവാത്മാവുമായിട്ടുള്ള കാര്യമാണ്. സ്തോത്രം. ഇവിടെ കർത്താവിന് വേണ്ടത് നമ്മളുടെ സബ്മിസീവ് ആയിട്ടുള്ള ദൈവസനെ കൺട്രോൾഡ് ആയിട്ടുള്ള നമ്മുടെ സ്പിരിറ്റിനെ ദൈവസനയിൽ നാം വിധേയപ്പെടുത്തുമ്പോൾ ഹല്ലേലൂയ, ദൈവത്തിന്റെ പ്രവർത്തികൾ വേഗത്തിൽ കർത്താവ് ചെയ്തെടുക്കും. നമുക്കാർക്കും ഒരു പണിയില്ലാഞ്ഞിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ലാഞ്ഞിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്, അല്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എന്നാൽ കർത്താവിന്റെ സന്നിധിക്കുന്ന ഈ സമയം ഏറ്റവും വിലയിൽ നിറഞ്ഞുകൊണ്ട് അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ കഴിയുന്നവർ ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവസനയിൽ
വായികളെ തുറന്ന് വചനം കേൾക്കാൻ മാത്രമായിട്ട് നമ്മൾ ഇരിക്കുകയല്ല, സ്തോത്രം. അല്ലെങ്കിൽ ഒരു പ്രവചനം കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് നമ്മൾ ഇരിക്കുകയല്ല, സ്തോത്രം. കർത്താവെ, അങ്ങയുടെ സന്നിധി ഞാൻ ചിലത് പ്രാപിച്ചു മാത്രമേ ഇവിടെ എഴുന്നേൽക്കത്തുള്ളൂ. അങ്ങനെയുള്ള ഒരു താല്പര്യത്തോടെ നാം ഇരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, വലിയ ആത്മീക നന്മകളെ കണ്ട് മടങ്ങുവാൻ കർത്താവ് നമ്മെ സഹായിക്കും. ഞാൻ വായിച്ചതുപോലെ തന്നെ, സ്തോത്രം, കൃപ കൃപ എന്ന് ആർക്കുന്നത് പോലെയുള്ള ചില ആർപ്പിന്റെ സ്വരങ്ങൾ ഈ മീറ്റിംഗിന് ശേഷം ചില ഭവനങ്ങൾ ഉയരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കും. ഹല്ലേലൂയ. റികമന ഹതര ഘടക ശന്തൽ കൗഡ റികജന സുരബലബലബ ശന്തരേ. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ എല്ലാ തരങ്ങളും പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. റബാലബ ശന്തരാധര ദീപൽ കൗഡവ റബലബ ശന്ത. നിങ്ങളുടെ നാവിന്റെ അധികാരത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ല എങ്കിൽ കർത്താവ് സ്തോത്രം പറഞ്ഞു തുടങ്ങിയാട്ടെ. റിഖമൻ, ഈ പകൽക്കാലം അഭിഷേകം പ്രാപിക്കുന്ന ഒരു പകൽക്കാലമായി തീരട്ടെ. റബാലബ ശന്തര ദിഗൽഖാൻ ആഗ്രഹത്തോടെ ദൈവത്തിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് പകൽക്കാലം ചിലരെ തൊടുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. ചിലരുടെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് പകൽക്കാലം പരിശുദ്ധാത്മാവ് വ്യത്യാസം നൽകുക തന്നെ ചെയ്യും. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. Hallelujah. Ribalava shekena hadaragadaga janaturi gadaga shangaradare riba baba shekemanaturi rabalava shaturi gadagasi. Mighty name of Jesus, mighty name of Jesus. Varunu Natha അങ്ങേ കാണുവാൻ വരുന്നു പ്രിയരേ, നിൻ ശബ്ദം കേൾക്കുവാൻ വരുന്നു നാഥാ. അങ്ങേ കാണുവാൻ വരുന്നു പ്രിയരേ, നിൻ ശബ്ദം കേൾക്കുവാൻ. ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സേവിപ്പാൻ, ഇതിലും ആഴമായി അങ്ങേ സ്നേഹിപ്പാൻ. ഇന്നലെ അങ്ങ് സ്നേഹിച്ചു പോലെയല്ല കർത്താവ്, കഴിഞ്ഞ നിമിഷം വരെ അങ്ങ് സ്നേഹിച്ചു പോലെയല്ല കർത്താവ്. അല്പം കൂടി ആഴത്തിൽ അങ്ങ് സ്നേഹിക്കുവാൻ ഈ പകൽക്കാലം ഓരോ ഹൃദയങ്ങളെയും അങ്ങ് ഒരുക്കിയാട്ടെ. ഞങ്ങളുടെ വചനത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. വചനത്തിന്റെ വാതിലുകളെ പരിശുദ്ധാത്മാവെ അവിടുന്ന് എഴുതി അതേ ആത്മാവിൽ തന്നെ ഹല്ലേലൂയ അവിടുന്ന് വെളിപ്പെടുത്തി തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു കർത്താവ്. പ്രൊഫറ്റിക്കൽ ആയിട്ടുള്ള ദൈവിക വെളിപ്പാടുകൾ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പകൽക്കാലം അത് ഞങ്ങളുടെ ഇടയിൽ ക്രിയ ചെയ്യുന്നതിനായി സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ. ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നാം വായിച്ച വചനം, സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ സമഭൂമി ആയിത്തീരും, അതിന് കൃപ കൃപ എന്ന ആർപ്പോട് കൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ഹല്ലേലൂയ. മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി സംസാരിച്ച ഒരു കാര്യമാകട്ടോ. ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ നാളുകളായി മറികടക്കാൻ സാധിക്കാതിരുന്ന ചില പർവ്വതങ്ങൾ, ഹല്ലേലൂയ, പർവ്വതം പോലെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ചില പ്രയാസങ്ങൾ, ചില പ്രതിസന്ധികൾ, ഈ ദിവസങ്ങൾ അത് നീങ്ങി പോകുന്നു. നിങ്ങളുടെ കണ്ണാൽ കാണുവാൻ ദൈവത്തിന്റെ ആത്മാവ് ഇടയാക്കും കേട്ടോ. സ്തോത്രം. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ഏറ്റെടുത്തോ. ഹല്ലേലൂയ. ചുമ്മാ പറയുകയല്ല കേട്ടോ. സ്തോത്രം. വെറുതെ പറയുകയല്ല, വ്യക്തമായ കൺഫർമേഷനോട് കൂടിയാ പറയുന്നത്. സ്തോത്രം. ചില ദിവസങ്ങളായി ചില നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന അങ്ങനെയുള്ള ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് ആർപ്പിന്റെ ചില സ്വരങ്ങൾ, ആഘോഷത്തിന്റെ ചില സ്വരങ്ങൾ, ചില ഭവനങ്ങളെ ആഘോഷത്തിന്റെ ഭവനങ്ങളാക്കി കർത്താവ് ദിവസങ്ങളെ തീർക്കും. ഹല്ലേലൂയ. ചില സെലിബ്രേഷന്റെ പിശാച് നാളുകളായി ബ്ലോക്ക് ചെയ്ത് വെച്ചിരുന്നത്, ആ ഭവനത്തിൽ ഒരു സെലിബ്രേഷൻ നടക്കരുത്, ഒരു ആർപ്പിന്റെ ധ്വനി ഉണ്ടാവരുത്. മറിച്ച് പലതും പിശാച് പ്ലാൻ ചെയ്തു. പക്ഷേ കർത്താവിന്റെ ആത്മാവ് പറയുക, സ്തോത്രം, ഈ പകൽക്കാലം ദൈവാത്മാവ് ഞാൻ തൂത് പറയുക, സ്തോത്രം, ഈ ദിവസങ്ങൾ നിങ്ങൾ കാണാൻ പോകുക, നിങ്ങൾ സാക്ഷ്യമായി ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ വന്ന് പറയും. ചില സാക്ഷ്യങ്ങൾ, ചില ആർപ്പിന്റെ സാക്ഷ്യങ്ങൾ, ചില സെലിബ്രേഷന്റെ സാക്ഷ്യങ്ങളെ പറയുവാൻ തക്കവണ്ണം ചില നാവുകളെ, ചില ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ശക്തീകരിക്കും. സെക്കറിയാവ് 4:7 വായിച്ച് നമുക്കറിയാം. ഹല്ലേലൂയ. പഴയ നിയമത്തിലെ 38-ാമത്തെ പുസ്തകം, മൈനർ പ്രോഫറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഏകദേശം ഒരു 11-ാമത്തെ ആളായിട്ട് വരുന്ന സെക്കറിയാവ് എന്ന് പറയുന്ന പ്രവാചകനാണ് ഈ പുസ്തകം എഴുതിയതെന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ബാബേൽ പ്രവാസത്തിൽ താൻ ആയിരുന്ന സമയങ്ങളിൽ നിന്ന്
ദൈവത്തിന്റെ പ്രത്യേക മേജർ പ്ലാനും പദ്ധതിയും പ്രകാരം പ്രവാചകനെ ഹാലയിൽ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും ഹാലൽ ബാബിലോണിൽ നിന്ന് ഹാലൂയ സ്തോത്രം ജെറുസലേമിലേക്ക് മടങ്ങി വരുവാനൊക്കെ ഇടയായിത്തീരുന്നു. ഹാലൂയ ദൈവത്തിന്റെ പദ്ധതിയുടെ ദൈവിക ആലോചന പ്രകാരത്താൽ അവിടെ എത്തി. സ്തോത്രം ആലയം പുനഃപ്പണിക്കു വേണ്ടി കർത്താവ് ദൈവിക നിയോഗം കൊടുത്ത് കർത്താവ് പ്രവാചകനെ ഒരുക്കി. സ്തോത്രം ദൈവിക അരുളപ്പാടുകളാൽ നിറയ്ക്കാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ചിലരെ ദൈവം കണ്ടിട്ടുള്ള ചിലരോട് ദൈവത്തിന്റെ ആലോചന അറിയിക്കാൻ തക്കവണ്ണം സ്തോത്രം ഹാലൂയ ഹഗ്ഗായിലൂടെയും സെക്കറിയാവിലൂടെയും ഒക്കെ ദൈവത്തിന്റെ ആലോചനകളെ കൊടുത്തുകൊണ്ട് കർത്താവ് ആലയപ്പണിക്ക് വേണ്ടി ഹാലൂയ തന്റെ ജനത്തെ ഒരുക്കുന്ന ദൈവം. ഹാലൂയ ആ അത്തരുണത്തിൽ സ്തോത്രം സെരുബാബേലിനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ ആലോചന ദൈവം അറിയിക്കുന്നതാണ് നാം വായിച്ച വേദഭാഗ്യം, അല്ലെങ്കിൽ അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. സ്തോത്രം ഹാലൂയ ഞാൻ പറഞ്ഞല്ലോ സ്തോത്രം ദാരിയവേശിയുടെ 2-ാം ആണ്ടിൽ തുടങ്ങിയ പ്രവചനം ഏകദേശം 4 വർഷത്തോളം സെഖര്യാ പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് സെഖര്യാവിന്റെ 1:1-7 വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം ബാക്ക്ഗ്രൗണ്ടുകളിൽ പറഞ്ഞ് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, അതോടെ നിർത്തിയ. സ്തോത്രം നമുക്ക് വിഷയത്തിലോട്ട് മടങ്ങി വരാം. ഞാൻ പറഞ്ഞു വന്നത് ജീവിതത്തിൽ മറികടക്കാൻ കഴിയാത്ത ചില പ്രതിസന്ധികൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ മറുവശത്ത് ദൈവം പറഞ്ഞ വാഗ്ദത്തങ്ങളും മറുവശത്ത് നിൽക്കും. ഒരു വശത്ത് നമ്മളും മറുവശത്ത് വാഗ്ദത്തങ്ങളും. ഇതിന്റെ നടുക്ക് ചില പർവ്വതം പോലെയുള്ള പ്രയാസങ്ങൾ ജീവിതത്തിൽ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ ലൈഫിലും ഒന്ന് മാറി പർവ്വത സമാനമായ വിഷയങ്ങൾ പൊങ്ങി വരാൻ സാധ്യതയുണ്ട്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ഒരിക്കലും പത്തുമത്തയുടെ അനുഭവമല്ല. ഹാലൂയ രക്ഷിക്കപ്പെടുമ്പോൾ ഒരുപക്ഷെ നമ്മൾ കേൾക്കും കർത്താവിന് കിട്ടിയ പിന്നെ എല്ലാം കിട്ടി, ഹാലൂയ സ്തോത്രം, പിന്നെ അങ്ങോട്ട് ആഘോഷത്തിന്റെ ലൈഫാണ്. നോ, കർത്താവ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. സ്തോത്രം ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ. ലോകത്തിൽ നിങ്ങൾക്ക് പ്രയാസങ്ങളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ. ലോകത്തിൽ നിങ്ങൾക്ക് പരീക്ഷകളുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവൻ. കാരണം അതിനെ അതിജീവിക്കാൻ കഴിയുന്ന ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ കൃപയും നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപടിയായി പോയിക്കൊണ്ടിരിക്കും. സ്തോത്രം ഞാൻ പറഞ്ഞു വന്നത് സ്തോത്രം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ഉൽപ്പത്തി 1-ാം അധ്യായം 25 അല്ലെങ്കിൽ 26, 27, 28 വാക്യങ്ങൾ വായിക്കുമ്പോൾ തമ്പുരാൻ നമ്മയൊക്കെ സൃഷ്ടിച്ചത് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ശേഷം അടുത്ത വാക്യത്തിലോട്ട് കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്ന ദൈവം അവരെ വാഴുവാൻ തക്കവണ്ണം അവരോട് കൽപ്പിച്ചു. ഈ ഭൂമിയിലൊക്കെ സകല ഭൂചര ജന്തുക്കളിന്മേലും ആകാശത്തിന്മേലും അല്ലെങ്കിൽ ഭൂമിക്ക് താഴെ സമുദ്രത്തിന്മേലും പർവ്വജാതികളുടെ മേലും എല്ലാറ്റിന്മേലും വാഴുവാനുള്ള അധികാരം, വാഴുവാനുള്ളത്. ഇത് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന ദൈവമക്കളെ, നമ്മൾ സത്യത്തിൽ വാഴുന്നവരാണോ? ഹല്ലേലൂയ. നമ്മൾ ദൈവം പറഞ്ഞതുപോലെ വാഴുന്നവരാണോ നമ്മുടെ ലൈഫിൽ, ക്രിസ്തീയ ജീവിതത്തിൽ? സ്തോത്രം ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഹല്ലേലൂയ. പലതും നമ്മളെ വാഴുകയാണോ, അത് നമ്മൾ ഇതിലേക്ക് വാഴുകയാണോ? ഒന്ന് ചിന്തയ്ക്ക് വേണ്ടി ഞാൻ പറയുക, ഞാൻ ഒന്ന് റിമൈൻഡ് ചെയ്യിപ്പിക്കുക. അടുത്തതായിട്ട് കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. അടുത്ത വാക്യത്തിലോട്ട് വരുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 1-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ അവിടെ കാണുന്നു ദൈവം അവരെ അനുഗ്രഹിച്ചു, ആണും പെണ്ണുമായി അനുഗ്രഹിച്ചു. നിങ്ങൾ ഭൂമിയിൽ സന്താന പുഷ്ടിയുള്ളവരായി തീരുമെന്ന് പറഞ്ഞ് കർത്താവ് അവരെ അനുഗ്രഹിച്ചു. ഞാൻ ഇത് പറഞ്ഞതിന്റെ താല്പര്യം, ഈ ഭൂമിയിലോട്ട് കർത്താവ് നമ്മെ ഓരോരുത്തരെയും വിട്ടപ്പോൾ ദൈവത്തിന്റെ പ്രത്യേകമായ ഡിവൈൻ അസൈൻമെന്റോട് കൂടിയ കർത്താവ് എല്ലാവരെയും വിട്ടത്. ഹല്ലേലൂയ. പറഞ്ഞ് എനിക്കൊരു ഡിവൈൻ അസൈൻമെന്റ് ഉണ്ട്, എനിക്കൊരു ദൗത്യമുണ്ട്. എന്റെ ദൈവം എന്നെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്റെ മേലുണ്ട്. സ്തോത്രം ആ ദൗത്യങ്ങളാണ് നമ്മളിൽ പലരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം ആ ദൗത്യങ്ങൾ ഒരുപക്ഷെ മിനിസ്ട്രി ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മേഖലയിൽ ജോലി ചെയ്യുകയായിരിക്കാം, അവിടെ കർത്താവിന്റെ സാക്ഷിയായിട്ട് നിൽക്കാനായിരിക്കാം. എന്തൊക്കെയാണെങ്കിൽ എല്ലാവരോടും പുറത്തും ദൈവത്തിന് പ്രത്യേകമായ മാസ്റ്റർ പ്ലാനുകളും ഡിവൈൻ അസൈൻമെന്റുകളും ഉണ്ട്. ആ ഡിവൈൻ അസൈൻമെന്റുകളെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് ബ്ലെസ്ഡ് ആയി തീരത്തുള്ളൂ. ഹല്ലേലൂയ. നമ്മളോട് ഫോർ എക്സാമ്പിൾ ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ ഒരാൾ ജോലിക്ക് വിളിച്ചു. സ്തോത്രം ജോലിക്ക് വിളിച്ചിട്ട് സ്തോത്രം നമ്മൾ എവിടാ ജോലി ചെയ്യേണ്ടതെന്ന് പറയാതെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയിട്ട് ജോലി ചെയ്തിട്ട് വന്നിട്ട് വൈകുന്നേരം ചെയ്യുന്ന ക്യാഷിന് വേണ്ടി കൈ നീട്ടിയ ജോലി തന്നെ നമുക്ക് ക്യാഷ് കിട്ടത്തില്ല. കാരണം ഉടമസ്ഥൻ പറയുന്നിടത്ത് നമ്മൾ നിൽക്കുമ്പോഴേ, ഉടമസ്ഥൻ പറയുന്നത് ചെയ്യുമ്പോഴേ നാം കൂലിക്ക് യോഗ്യരായി തീരുന്നുള്ളൂ. ഇതുപോലെ സ്തോത്രം ദൈവം പറഞ്ഞ ഡിവൈൻ അസൈൻമെന്റിലോട്ട് അല്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതിയിലോട്ട് നാം കാലുകളെടുത്ത് വെക്കുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫ് ബ്ലെസ്ഡ് ആയി തീരത്തുള്ളൂ. ഈ പകൽക്കാല പിശാച് പലപ്പോഴും നമ്മെ ഓരോരുത്തരെയും തെറ്റിച്ച് കളയുന്ന ഒരു മേഖലയാണത്. സ്തോത്രം ദൈവത്തിന്റെ പ്ലാനുകളെ, പദ്ധതിയെ, അല്ലെങ്കിൽ തമ്പുരാന്റെ മാസ്റ്റർ പ്ലാനിനെ അല്ലെങ്കിൽ പെർഫെക്റ്റ് വില്ലിനെ അറിയാതെ ഹല്ലേലൂയ പലപ്പോഴും പെർമിസീവ് വില്ലിൽ കിടന്നുകൊണ്ട് വലയുന്ന വിശ്വാസ സമൂഹത്തെ നമുക്ക് ചുറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. കാര്യം ഒരു ഭാഗത്ത് നമ്മുടെ ജഡത്തിന്റെ ആഗ്രഹങ്ങളും ചിന്തകളും നമ്മളെ പുറകോട്ട് വലിക്കും. ഹല്ലേലൂയ. ബിക്കോസ് അത്
കംഫർട്ടാണ് എപ്പോഴും, അത് കംഫർട്ട് സോൺ ആണ്. അവിടെ നിൽക്കുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങളാണ് നമുക്ക് പ്രാധാന്യമുള്ളത്. എന്നാൽ പലപ്പോഴും തമ്പുരാന്റെ ഇഷ്ടത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നാം ഒത്തിരി വില കൊടുക്കേണ്ടി വരും. അവിടെ കംഫർട്ട് സോൺ നാം പുറത്ത് കടക്കേണ്ടി വരും. സ്തോത്രം. അവിടെ ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന നിലവാരത്തിലുള്ള പട്ടുമറ്റയുടെ അനുഭവങ്ങളൊന്നും അവിടെ ഒരിക്കലും ആയിരിക്കത്തില്ല. കഥാദാസൻ കുറച്ചു പറയുന്നത് കേട്ടില്ലേ? ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ ശേഷമുള്ള പ്രതിസന്ധികൾ ഒരിക്കലും പട്ടുമറ്റയുടെ അനുഭവങ്ങളൊന്നും അല്ല ദൈവമക്കളെ. പക്ഷേ തമ്പുരാൻ പറഞ്ഞെടുത്ത്, ഞാൻ പറഞ്ഞതുപോലെ വേല അതായത് ഉടമസ്ഥൻ പറയുന്നിടത്ത് വേല ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ലൈഫ് എൻജോയ്മെന്റ്. ആ ലൈഫ് സഫറിംഗ് അല്ല, ആ ലൈഫ് സഫറിംഗ് അല്ല. സ്തോത്രം. ആ ലൈഫ് എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ആ ലൈഫിൽ വരുന്ന പ്രതിസന്ധികളുടെ മധ്യയും ദൈവത്തിന്റെ ഫേവറിന്റെ കരം നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ പകൽക്കാലം ഓർപ്പിക്കട്ടെ, ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോണം. ദൈവത്തിന് എന്നെ കുറിച്ചും എന്റെ കുടുംബത്തെ കുറിച്ചുള്ള ഡിവൈൻ അസൈൻമെന്റുകൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ, മുട്ടുകൾ മടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ കർത്താവ് നിങ്ങളോട് വ്യക്തിപരമായി സംസാരിക്കും, ദൈവം അറിയിക്കും. എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പദ്ധതിയുടെ പുറകെയല്ല നമ്മൾ പോകുന്നതെങ്കിൽ കർത്താവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കും. നമ്മളെ അറിയിക്കാനൊക്കെ ഇടയായിത്തീരും. സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ, സ്തോത്രം. സെഖര്യാവിനോട് ദൂതൻ സംസാരിക്കുന്നതായ ഒരു വേദഭാഗമാണ് നമ്മൾ വായിച്ചത്. ആ 4-ാം അധ്യായത്തിന്റെ ആ ഒരു സെറ്റിംഗിലോട്ട്, ആ സെറ്റിംഗ് സീനിലോട്ട് നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. നോക്കിക്കേ, അവിടോട്ട് കടന്നു വരുമ്പോൾ സെഖര്യാ ദൂതന്റെ മുമ്പിൽ നിൽക്കുകയാണ്. എന്തൊരു അറ്റ്മോസ്ഫിയർ അതല്ലേ, എന്തൊരു ആംബിയൻസ് അതല്ലേ. സ്തോത്രം. സ്വർഗീയ ദൂതന്മാർ അല്ലെങ്കിൽ സ്വർഗീയ സൈന്യങ്ങളാൽ ചുറ്റപ്പെട്ട, സ്വർഗീയ ജീവികളാൽ ചുറ്റപ്പെട്ട ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറിൽ ഇപ്പോൾ സെഖര്യാ പ്രവാചകൻ നിൽക്കുക. ഹല്ലേലൂയ. ഞാനിങ്ങനെ ചിന്തിക്കുക, തന്നെ മൂടിയിരിക്കുന്ന ദൈവത്തിന്റെ മഹത്വമാ, ദൈവത്തിന്റെ ഗ്ലോറി തന്റെ മേൽ ഇറങ്ങിയിരിക്കുക. സ്തോത്രം. താനിപ്പോ നിൽക്കുന്നത് ഹല്ലേലൂയ ഈ ഭൂമിയിലെ പ്രയാസങ്ങളോ അല്ലെങ്കിൽ അതോ അങ്ങനെയുള്ള കാര്യങ്ങളോ, നാളെ എങ്ങനെ ആലയം പണി, അതേക്കുറിച്ച് ഒന്നുമല്ല ചിന്ത. താൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ദൈവിക സന്തോഷത്തിലോട്ടും സമാധാനത്തിലോട്ടും ഒരു പെർഫെക്റ്റ് പീസിലോട്ടും ദൈവിക ദൂതന്റെ ഇടപെടൽ മൂലം കർത്താവിന്റെ ഇപ്പോൾ ആയിരിക്കുക. ഒരു മിസ്റ്റിക് റെലം എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ അവിടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന്റെ ആലോചനകളെ തന്റെ ചെവി കൊണ്ട് താൻ കേൾക്കാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ദൂരം സംസാരിച്ചു തുടങ്ങിയപ്പോൾ സെഖര്യാവിനൊന്നും മനസ്സിലായില്ല. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ നാം താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണുന്നു. സ്തോത്രം. സെഖര്യാവ് 4-ന്റെ 1 മുതലായിട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് വായിക്കാമോ? സെഖര്യാവ് 4-ന്റെ 1 സംസാരിക്കുന്ന ദൂതൻ പിന്നെയും വന്ന് ഉറക്കത്തിൽ നിന്ന് ഉണർത്തുന്നത് പോലെ എന്നെ ഉണർത്തി. നീ എന്ത് കാണുന്നു എന്ന് എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് തണ്ടും അതിന്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും അതിന്റെ തലയ്ക്കലുള്ള 7 വിളക്കിനെ 7 കുഴലും അതിനരികെ കുടത്തിന്റെ വലത്ത് ഭാഗത്തെ ഒന്നും ഇടത്തു ഭാഗത്തൊന്നും ഇങ്ങനെ 2 ഒലിവ മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്നോട് സംസാരിക്കുന്ന ദൂതനോട് ഞാൻ, യജമാനനെ ഇത് എന്താകുന്നു എന്ന് ചോദിച്ചു. എന്നോട് സംസാരിക്കുന്ന ദൂതൻ എന്നോട്, ഇത് എന്താകുന്നു എന്ന് നീ അറിയുന്നില്ലയോ എന്ന് ചോദിച്ചതിന്, ഇല്ല യജമാനനെ എന്ന് ഞാൻ പറഞ്ഞു. അവൻ എന്നോട് ഉത്തരം പറഞ്ഞത് എന്തെന്നാൽ, സെരുബാബിലിനോടുള്ള യഹോവയുടെ അരുളപ്പാടാവിതേ, സൈന്യത്താലല്ല ശക്തിയാലുമല്ല എന്റെ ആത്മാവിനാൽ അത്രയെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സ്തോത്രം. അടുത്ത വാക്യം നമ്മൾ വായിച്ചതാണ്. താങ്ക്സ് ആൻഡി. അത് ഞാൻ പറഞ്ഞു വന്നത്, സെഖര്യാ പ്രവാചകന് ശേഷം വീണ്ടും സെഖര്യാ പ്രവാചകനിലൂടെ തന്റെ ആലയ പണിക്ക് വേണ്ടിയിട്ട് ജനത്തെ ആവേശം കൊള്ളിക്കുന്ന, അല്ലെങ്കിൽ ജനത്തെ അവരെ ആഹ്വാനം ചെയ്യുന്ന ഒരു ദൈവിക ദൂതാണ് നമ്മളിപ്പോ കേട്ടത്. സ്തോത്രം. ഈ പുസ്തകത്തിന്റെ ആദ്യ ഭാഗങ്ങളെല്ലാം വായിച്ചു വരുമ്പോൾ സ്തോത്രം ഒരു അനുതാപത്തിന്റെ അല്ലെങ്കിൽ ആഹ്വാനത്തോടെ ആരംഭിച്ചിട്ട് യുഗാന്ത ദർശനത്തോടെ പ്രവാചകൻ തന്റെ അരുളപ്പാടുകൾ അറിയിക്കുന്നത് കാണാൻ സാധിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ ഓരോ വാക്യങ്ങളിലും കർത്താവായ മസിഹയെ കുറിച്ചുള്ള ദൈവിക അരുളപ്പാടുകൾ ഒളിച്ചിരിക്കുന്നതും നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട് ഹല്ലേലൂയ, ദൂതൻ കാണിക്കുന്ന ഹല്ലേലൂയ ആ ദർശനം താൻ കാണുമ്പോൾ ഹല്ലേലൂയ പ്രൊഫറ്റ് ചുറ്റും നോക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തെ തനിക്ക് ഇവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട്. താൻ ആ സാന്നിധ്യത്തെ റെപ്രസെന്റ് ചെയ്യുന്ന 7 വിളക്ക് കൊണ്ടുള്ള ഒരു സ്വർണ്ണ നിലവിളക്ക് അവിടെ കാണുക. സ്തോത്രം. അങ്ങനെ നാം വായിച്ചത്. അപ്പോൾ തന്നെ കർത്താവിനെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ദൈവത്തെ സ്നേഹിക്കുന്ന
അഭിഷിക്തന്മാരെ പ്രതിനിധീകരിക്കുന്ന 2 ഒലിവ് മരങ്ങളെ അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. സ്തോത്രം. ഇതിന്റെയൊക്കെ പ്രാധാന്യം തനിക്ക് മനസ്സിലാകാതിരുന്നപ്പോൾ അതിനെ വ്യക്തമായി വിശദീകരിച്ചു കൊടുക്കുന്ന ദൂതൻ, ഹല്ലേലൂയ, അതിന്റെ അരുളപ്പാടുകളെ തന്നിലൂടെ അതിന്റെ അർത്ഥം എന്താണെന്ന് വ്യക്തമായിട്ട് ദൂതൻ ഹല്ലേലൂയ മനസ്സിലാക്കി കൊടുത്ത് ഹല്ലേലൂയ മകനെ എംപവർ ചെയ്യുന്ന നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. ദൈവത്തിന്റെ പരമാധികാരത്തിന്റെ അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയെയും ഈ അരുളപ്പാടുകളിലൂടെ താൻ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. സ്തോത്രം. അപ്പോൾ തന്നെ ഞാൻ മനസ്സിലാക്കി, ഈ ഒരു അനുഭവം ഉണ്ടായപ്പോൾ തന്നെ സെരുബാബേൽ എംപവർ ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ഹല്ലേലൂയ. അവൻ പിന്നെ പഴയ ആളല്ല കേട്ടോ. സ്തോത്രം. ഈ ദിവസങ്ങളില് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ ലൈഫിൽ ഇതുപോലെയുള്ള ഡിവൈൻ എൻകൗണ്ടേഴ്സ് ഉണ്ടാകാനായിട്ട് പ്രാർത്ഥിക്കണം. നമ്മുടെ ലൈഫ് മാറും ദൈവമക്കളെ. കഴിഞ്ഞ നിമിഷങ്ങളിൽ നമ്മൾ ഇരുന്ന പോലെ ആയിരിക്കത്തില്ല ഒരു ദൈവിക എൻകൗണ്ടറിന് ശേഷം നമ്മൾ എഴുന്നേൽക്കുക. സ്തോത്രം. അതൊരു വിടുതലിന്റെ ശുശ്രൂഷ കൂടിയാ. സ്തോത്രം. അത് നമ്മളെ ആളുമാറ്റുന്ന ശുശ്രൂഷയാ. നോക്കിയേ. സ്തോത്രം. ഈ ദർശനം കണ്ട ശേഷം സെരുബാബേൽ ആള് മാറാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഹല്ലേലൂയ. സെരുബാബേൽ സൈന്യത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ ഞാൻ ചില പണികൾ നിന്നിലൂടെ ചെയ്തെടുക്കാൻ ആരംഭിക്കുക. എന്നാൽ തൊട്ട് മുന്നിലുള്ള നിമിഷം വരെയും താൻ വീണ് കിടക്കുന്നവനായിരുന്നു, താൻ നിരാശപ്പെട്ടവനായിരുന്നു. എങ്ങനെ ഈ പണി നടക്കും കർത്താവേ? എന്നെ കൊണ്ട് സാധിക്കത്തില്ല. എന്റെ കയ്യിൽ അതിനുള്ള ആൾബലമില്ലല്ലോ, അല്ലെങ്കിൽ എന്റെ കയ്യിലുള്ള അതിനുള്ള സാമ്പത്തികമില്ലല്ലോ, എന്റെ മുമ്പിൽ അതിനുള്ള സോഴ്സസ് ഇല്ലല്ലോ, യാതൊന്നും കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ സ്തോത്രം, ദൈവം ഇടപെടുമ്പോൾ സ്തോത്രം, ആ സോഴ്സസും സകലതും അതിനുവേണ്ട സകലതും കർത്താവ് ഒരുക്കിയിട്ട ഒരാളെ ദൈവം എക്യുപ്പ് ചെയ്യുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ വചനം 145 സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, വീഴുന്നവരൊക്കെ യഹോവ താങ്ങുന്നു. സ്തോത്രം. കുനിഞ്ഞിരിക്കുന്നവരെ അവൻ ഉയർത്തുന്ന ദൈവമാ. സ്തോത്രം. കൈ പിടിച്ച് ഉയർത്തുന്ന ദൈവമാ. കർത്താദാസൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യർ പലപ്പോഴും നമ്മളെയൊക്കെയും വീണ് കിടക്കുന്ന ഒരു അല്പം കൂടി താഴ്ത്തുന്ന മനോഭാവം ഉള്ളവരാ മനുഷ്യരെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എന്തുകൊണ്ട് വീണു എന്ന് ചിന്തിക്കത്തില്ല. ഒന്നെങ്കിൽ ഉന്തിയിട്ടതായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തം കയ്യിലിരിക്കൊണ്ട് വീണതായിരിക്കാം, എന്തു ആയിക്കോട്ടെ. പക്ഷേ വീഴുന്നവനെ താങ്ങുന്ന ഒരു ദൈവമുണ്ട്. ഈ പകൽക്കാലം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാ. ഹല്ലേലൂയ. കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ചില വിഷയങ്ങളുടെ മധ്യ ഭാരത്തോടെ പ്രയാസത്തോടെ തല ഉയർത്താൻ കഴിയാതെ വണ്ണം, മുന്നിലോട്ടുള്ള പാതകളെ കാണാതെ വണ്ണം, സ്തോത്രം, എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ പകൽക്കാലം ഉണ്ടെങ്കിൽ ദൈവാത്മാവ് ഞാൻ നിങ്ങളോട് അറിയിക്കട്ടെ, നിങ്ങളെ താങ്ങുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. നിങ്ങളെ എഴുന്നേൽപ്പിക്കുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സ്തോത്രം. മനുഷ്യ കരങ്ങളിലോട്ടോ മുഖങ്ങളിലോട്ടോ നിങ്ങൾ നോക്കരുത്. മറിച്ച് ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ വിളിച്ചു പറയുക, നിങ്ങൾ കർത്താവിന്റെ മുഖത്തോട്ട് മാത്രം നോക്കിയാൽ മതി. ദൈവത്തിന്റെ മുഖത്തോട്ട് മാത്രം നോക്കാൻ സാധിക്കുന്നുവെങ്കിൽ നിങ്ങളെ താങ്ങുന്ന ഒരു കരം നിങ്ങൾ കാണാൻ സാധിക്കും. ഹല്ലേലൂയ. നിങ്ങളെ താങ്ങുന്ന കരം കാണാൻ സാധിക്കണമെങ്കിൽ തിരുമുഖത്തോട്ട് നോക്കിയേ പറ്റും. തല ഉയർത്തി കർത്താവിനെ നോക്കാൻ തയ്യാറാകണം. ഈ പകൽക്കാലം ഞാൻ ഓർപ്പിക്കേണ്ട ദൈവമക്കളെ, ഹല്ലേലൂയ, മാനുഷികമായ എൻകറേജ്മെന്റുകൾക്കും അല്ലെങ്കിൽ സഹായങ്ങൾക്കും ഫേവറുകൾക്കും ഒക്കെ പരിധികൾ ഉള്ളപ്പോഴും അതിനൊക്കെ മറ്റു പല താല്പര്യങ്ങൾ ഉള്ളപ്പോഴും സ്തോത്രം, നമ്മളുടെ സോഴ്സ് എന്ന് പറയുന്നത് കർത്താവ് മാത്രമായിരിക്കട്ടെ. നമ്മളുടെ സോഴ്സ് കർത്താവാകുമ്പോൾ, നമ്മുടെ ലൈഫ് അനുഗ്രഹിക്കപ്പെടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ കർത്താവിന് മാത്രമായിരിക്കും കേട്ടോ. ഹല്ലേലൂയ. ചില പ്രയാസങ്ങളിൽ മാനുഷ്യകരങ്ങൾ കാണുന്നില്ല, എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ കർത്താവേ, എന്റെ വിഷയത്തിന് എങ്ങനെ മറുപടി വരുമെന്നൊക്കെ ഓർത്ത് നിങ്ങൾ ഒരുപക്ഷെ ഭാരപ്പെട്ടിരിക്കുകയായിരിക്കും ഈ പകൽക്കാലം. എന്നാൽ സ്തോത്രം, സ്തോത്രം, പകൽക്കാലം നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളെ കാണുന്ന ഒരു സ്വർഗത്തിലെ കണ്ണുണ്ട് കേട്ടോ. സ്തോത്രം. ആ കരം കുറുകിയിട്ടില്ല, ആ കൈ മന്ദമായിട്ടില്ല. ആ കൈയുടെ ഉള്ള കരത്തിലാണ് നിങ്ങളെ ദൈവം വഹിച്ചിരിക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. ആ നിരാശയെ മാറ്റിവെച്ചിട്ട്, ആ ഭയത്തിന്റെ സ്പിരിറ്റിനെ മാറ്റിവെച്ചിട്ട് കർത്താവിനെ സ്തുതിച്ചു തുടങ്ങാൻ നിങ്ങൾ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ മഹത്വത്തെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. Praise the Lord, praise the Lord, praise the Lord. ദൂതൻ ശക്തിപ്പെടുത്തുന്ന ദൂതന. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദൂതൻ വന്ന് തന്നെ എൻകറേജ് ചെയ്യാൻ തക്കോണം ഇടയായിത്തീർന്നു. എങ്ങനെയാ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, വാക്കുകളാൽ പറയുമ്പോൾ ദൈവത്തിന്റെ ശക്തി സെരുബാബേലിന്റെ ശരീരവാസകൾ വ്യാപിച്ചിട്ടുണ്ടാകും. താൻ എംപവർ ചെയ്യപ്പെട്ടു. ഹല്ലേലൂയ. താൻ ദൗത്യ നിർവഹണത്തിന് വേണ്ടി തന്റെ ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിപ്പാൻ തക്കോണം ഇടയായിത്തീർന്നു. ഈ പകൽക്കാലം ഇതുപോലെ ഹല്ലേലൂയ ദൂതൻ ഇടപെട്ട ഒരു സംഭവം നമുക്കറിയാം. യേശു കർത്താവ്
കർത്താവ് ഹല്ലേലൂയ താൻ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് സ്തോത്രം ഗെത്സമനയിൽ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്കായി തന്റെ മുട്ടുകളെ മടക്കി ദൈവ ഇഷ്ടത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ മേലുള്ള മിഷൻ തനിക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ ആ മിഷനെ കുറിച്ചുള്ള ഭാരം ഓർത്തപ്പോൾ, ആ വേദന ഓർത്തപ്പോൾ കർത്താവ് ഇങ്ങനെ പ്രാർത്ഥിച്ചു, അപ്പാ അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. എന്റെ ഇഷ്ടമല്ല പിതാവേ, സ്തോത്രം. അങ്ങയുടെ ഇഷ്ടം എന്റെ ജീവിതം എന്റെ ലൈഫിൽ നടക്കട്ടെ എന്ന് തമ്പുരാൻ പ്രാർത്ഥിക്കാൻ തയ്യാറായപ്പോൾ വചനം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നത്, അവന്റെ വിയർപ്പ് തുള്ളികൾ നിലത്ത് വീണത് ചോര തുള്ളി പോലെയായി. സ്തോത്രം. അതൊരു സ്ട്രഗിൾ ആയിരുന്നു, അതൊരു പോരാട്ടത്തിന്റെ പ്രാർത്ഥനയായിരുന്നു. സ്തോത്രം. എന്നാൽ നോക്കിക്കേ, സ്തോത്രം, തന്നെ താങ്ങുവാൻ അവിടെ ദൂതൻ ഇറങ്ങി വന്നു കാണാൻ സാധിക്കുന്നു. ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ പറയട്ടെ, സ്തോത്രം, ചില സ്ട്രഗിൾസിന് മുമ്പിൽ നമ്മൾ നിരാശപ്പെടാതെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് നമ്മൾ വ്യക്തിപരമായി അനുഭവിച്ച് കാണുക തന്നെ ചെയ്യും. വ്യക്തിപരമായി അനുഭവിച്ചത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. സ്തോത്രം. എന്റെ ലൈഫില് ദൂതന്റെ ഇടപെടൽ മൂലം സ്തോത്രം ലൈഫിനെ ടേൺ ചെയ്ത സമയങ്ങൾ എന്റെ ലൈഫിൽ എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. എന്റെ മാറ്റിയ അനുഭവങ്ങൾ എനിക്ക് പറയാൻ കഴിയും. സ്തോത്രം. അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചു വേർതിരിക്കുന്നത് അങ്ങനെ ഈ ദിവസങ്ങൾ ആഗ്രഹിച്ചോ പ്രാർത്ഥിച്ചോ അങ്ങനെയുള്ള ചില ടേണിംഗ് പോയിന്റുകൾ നിങ്ങളുടെ ലൈഫിൽ തരുവാനൊക്കെ വേണം. ദൈവം വിശ്വസ്തനാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെരുബാബേലിനെ വിളിച്ചിട്ട് പറയാ, സെരുബാബേലേ, നിങ്ങൾക്ക് കൊതിയില്ലേ കർത്താവ് ഇങ്ങനെയൊക്കെ നമ്മളെ വിളിക്കുന്ന കേൾക്കുവാൻ, നമ്മുടെ പേര് ചൊല്ലിയിട്ട്? ഹല്ലേലൂയ. ഫേബാജി അല്ലെങ്കിൽ ഫേബ അല്ലെങ്കിൽ റെറ്റി തബീദ എന്നൊക്കെ കർത്താവ് നമ്മളെ വിളിക്കുന്ന കേൾക്കാൻ കൊതിയില്ലേ? സ്തോത്രം. നോക്കിക്കേ, സ്തോത്രം. സെരുബാബേലെ എന്ന് വിളിച്ചിട്ട് ദൈവം ദൂത് പറയുക. സ്തോത്രം. സെരുബാബേലിനെ കുറിച്ച് പറയുമ്പോൾ ദാവീദിന്റെ വംശാവലിയിൽ അല്ലെങ്കിൽ യേശു കർത്താവിന്റെ ആൻസിസ്റ്ററൊക്കെയായിട്ട് വരുന്ന ഒരു മനുഷ്യനായ സെരുബാബേൽ എന്ന് പറയുന്നത് സാധാരണക്കാരനായ മനുഷ്യൻ, നമ്മളെപ്പോലെ സാധാരണക്കാരനായ ഒരു മനുഷ്യൻ. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി അവനെ കുറിച്ച് വലുതായിരുന്നു. ഹല്ലേലൂയ. ഈ പകൽക്കാലം ഞാനിത് പറയുമ്പോൾ സ്തോത്രം, ഹഗായി പ്രവാചകൻ സെരുബാബേലിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യം, ഹഗായിയുടെ പുസ്തകം അതിന്റെ 2-ാം അധ്യായത്തിൽ അത് കടന്നു വരും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. സ്തോത്രം. 2:23 പറയുന്നുണ്ട്, എന്റെ ദാസനായ ശെയല്തീയേലിന്റെ മകനായ സെരുബാബേലേ, ഞാൻ നിന്നെ എടുത്ത് മുദ്രാമോതിരമാക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. അപ്പൊ നോക്കിക്കേ, കർത്താവ് പറയുക ഹല്ലേലൂയ സെരുബാബേലിനുള്ള ബന്ധത്തിൽ, സെരുബാബേലേ, നീ ചെറിയ പുള്ളിയല്ല കേട്ടോ. ഹല്ലേലൂയ. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. സ്തോത്രം. ഞാൻ നിന്നെ എന്റെ മോതിരമാക്കും. ഹല്ലേലൂയ. ഇത് കർത്താവ് സെരുബാബേലിനോട് പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവിന് ഇത് തന്നെയാ പറയാനുള്ളത്. കുഞ്ഞെ, ഞാൻ നിന്നെ തിരഞ്ഞെടുത്തതാ. ഹല്ലേലൂയ. നീ എന്റെ മോതിരമാ. സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കർത്താവിന്റെ മോതിരങ്ങളാ. സ്തോത്രം. റോയൽറ്റി തന്നിട്ടാ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മൾ ചെറിയ ആൾക്കാരല്ല, തിരിച്ചറിയണം. സ്തോത്രം. മോതിരം എന്ന് പറയുമ്പോൾ ഒരു രാജാവിന്റെയും ഒഫീഷ്യൽ സീലുള്ള അതോറിറ്റിയെ കാണിക്കുന്ന ഒരു സംഭവമാണ്. മുദ്രാമോതിരം അല്ലെങ്കിൽ സ്തോത്രം റിംഗ് എന്ന് പറയുന്നത്. സ്തോത്രം. സെരുബാബേലിനോട് പറയുന്ന ഒരു കാര്യമാണ് ദൈവത്തിന്റെ മുദ്രാമോതിരമാണ്. ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ദൈവത്തിന്റെ മുദ്രാമോതിരമാണ്. സ്തോത്രം. സെരുബാബേലിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ നിമിഷം വരെയും അല്ലെങ്കിൽ തന്റെ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കുമ്പോൾ താൻ അടിമത്തത്തിലായിരുന്നു, പ്രവാസത്തിലായിരുന്നു. സ്തോത്രം. തന്നെ കൊണ്ട് ഈ ഒരു പണി ഒരിക്കലും സാധ്യമാകുന്ന ഒരിക്കലും ചിന്തിച്ചതല്ല. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ പദ്ധതി തന്റെ മേൽ ഉണ്ടായിരുന്നത് കൊണ്ട് അടിമത്തത്തിലായിരുന്ന അവനെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്ന ദൈവത്തിന്റെ പ്രത്യേക ദൗത്യത്തിനു വേണ്ടി ദൈവം വിളിച്ചു വേർതിരിക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അവന്റെ മുമ്പിൽ ഒരുപാട് തടസ്സങ്ങൾ ഒരുപക്ഷെ അവന് പറയാനുണ്ടാകാം, പൊളിറ്റിക്കൽ സൈഡിൽ നിന്നും അല്ലെങ്കിൽ സ്തോത്രം ജൂത സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ തൊട്ടടുത്ത് കിടക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ശമരിയക്കാരിൽ നിന്നൊക്കെ ഒരുപാട് എതിർപ്പുകൾ ആലയ പണിയോടുള്ള ബന്ധത്തിൽ താൻ നേരിടാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് എതിർപ്പുകൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ ചെയ്യുക? നമ്മളൊക്കെയും എന്താ ചെയ്യുക? സ്തോത്രം. നമ്മുടെ മനസ്സ് മടുക്കും അല്ലെ? നമ്മൾ നമ്മുടെ ശക്തിയെ മറന്നുപോകും. നമ്മൾ ആരാണെന്ന് മറന്നുപോകും. നമ്മുടെ കഴിവുകൾ, നമ്മുടെ ക്വാളിഫിക്കേഷൻസ്, നമ്മുടെ ടാലൻസ് ഒക്കെ നമ്മൾ മറന്നുപോകും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ അതെല്ലാം മാറ്റി വെച്ചിട്ട് പിന്നെ നിരാശയുടെ പാതയിലൂടെ നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങും. ഇവിടെ ഇതാ സംഭവിച്ചത്. സ്തോത്രം. അങ്ങനെ നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് കർത്താവ് പറയുക, സ്തോത്രം, ഹല്ലേലൂയ,
ആത്മാവിനാൽ ഞാൻ ചില പണികൾ നിന്നിൽ ആരംഭിക്കാൻ പോവുക. സെരുബാബേലെ സ്തോത്രം. അവൻ ഇപ്പൊ നോക്കിയ നിരാശന. ഭയം അവനെ കയറി പിടിച്ചിരിക്കുക. ദൈവമക്കളെ ഞാൻ പറയട്ടെ, ഭയം എന്ന് പറയുന്ന സ്പിരിറ്റ് എന്ന് പറയുന്നത് അതൊരു കാന്തം പോലെയാ. സ്തോത്രം. അത് നമ്മളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചുറ്റുവട്ടമുള്ള സകല നെഗറ്റീവ് എനർജിയെ നമ്മളോട്ട് ആകർഷിക്കേണ്ട ഗുണം. ഇവിടെ അതൊരു കാന്തം ഇരുമ്പിൽ ആകർഷിക്കുന്നത് പോലെ. പിന്നെ നമ്മുടെ ലൈഫിൽ നടക്കുന്നതൊക്കെ നെഗറ്റീവ്സ് മാത്രമായിരിക്കും. അത് നമ്മൾ കാണുന്നത് നെഗറ്റീവ്സ്, നമ്മൾ അനുഭവിക്കുന്ന നെഗറ്റീവ്സ്. അതുകൊണ്ട് ഭയം എന്ന് പറയുന്ന സ്പിരിറ്റ് അത് ചെറിയ നിസ്സാരക്കാരനല്ല കേട്ടോ. അതുകൊണ്ട് ഈ പകൽക്കാലം ആരെങ്കിലും നാളെ കുറിച്ചോ അല്ലെങ്കിൽ അടുത്ത നിമിഷത്തെ കുറിച്ചോ ഭയപ്പെട്ടിരിക്കുന്നുവെങ്കിൽ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം അതിൽ നിന്ന് പുറത്തു വരേണ്ടത് ആവശ്യമാ. ദൈവത്തിന്റെ പണികൾ നിങ്ങളിൽ നടക്കണമെങ്കിൽ നാം ഭയപ്പെട്ടിരുന്നാൽ സാധിക്കത്തില്ല. ദൈവത്തിന്റെ പണികൾ നമ്മളിൽ ചെയ്യണമെങ്കിൽ നാം ധൈര്യത്തോടിരുന്നെങ്കിലും സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ കർത്താവ് പലപ്പോഴും ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തുമ്പോൾ ഭയപ്പെടേണ്ട, അങ്ങനെ പറയാൻ കാര്യം എന്താ? സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ നമ്മളൊരു പോസിറ്റീവായിട്ട് ദൈവത്തിന് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുമ്പോഴാ. കാരണം ഭയം മാറുമ്പോൾ സ്തോത്രം അവിടെ വിശ്വാസം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാനോ ദൈവത്തിന് നമ്മുടെ അടുത്തിലോട്ട് കടന്നു വരാനോ കഴിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ പറയട്ടെ, ഈ പകൽക്കാലം നിങ്ങളുടെ ആൻസൈറ്റീസ് നിങ്ങളുടെ പ്രത്യാശയായിട്ട് പേഡ് ചെയ്യാൻ തക്കണം ഏൽപ്പിച്ചു കൊടുക്കണം. നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങൾ പലതിനെ കുറിച്ചുള്ള ഭയങ്ങൾ, ഒരുപക്ഷെ നിസ്സാര അസുഖങ്ങളായിരിക്കാം, പക്ഷെ അത് ഇന്നതായിരിക്കുമോ കർത്താവേ, ഇന്നതായിരിക്കുമോ കർത്താവേ, അല്ലെങ്കിൽ നാളെ കുറിച്ചുള്ള ചില പ്രത്യേകമായ ഭാരങ്ങളായിരിക്കാം, കുഞ്ഞുങ്ങളെ കുറിച്ചുള്ള ഭാരങ്ങളായിരിക്കാം, എന്തു ആയിക്കോട്ടെ. സ്തോത്രം. ഹാലേലൂയ. അത് അവിടെ നിന്ന് അതിങ്ങനെ ഒരു പർവ്വതം പോലെ പണിയപ്പെട്ടുകൊണ്ടിരിക്കും ദൈവവും നമുക്ക് ഇടയിൽ. സ്തോത്രം. അതുകൊണ്ട് അതിനെ വേരോടെ നമ്മൾ വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ, അതിന് നമ്മൾ നിശേഷമായിട്ട് കളഞ്ഞില്ലെങ്കിൽ ദൈവത്തിന്റെ പദ്ധതികൾ നമ്മളിൽ നടക്കാൻ സാധ്യതയില്ല. സ്തോത്രം. ഇവിടെ മല പോലെ നിൽക്കുന്ന പ്രതിസന്ധിയെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് പറയുക, നീ സമഭൂമിയായി തീരും. സ്തോത്രം. ഹാലേലൂയ. കൃപ എന്നാർപ്പോടെ നിങ്ങൾ അതിന് ആണിക്കല്ല് കയറ്റും. ആണിക്കല്ല് കയറ്റുക എന്ന് പറയുമ്പോൾ സ്തോത്രം ക്യാപ്സ്റ്റോൺ നമ്മുടെ ഇംഗ്ലീഷിൽ. അതായത് ഒരു പണി കഴിയുമ്പോൾ അതിന്റെ ഫൈനൽ സ്റ്റേജിൽ നടക്കുന്ന ഒരു സംഭവമാണ്. സ്തോത്രം. അതിന്റെ ആണിക്കല്ല് കയറ്റുക എന്ന് പറയുമ്പോൾ അതിന്റെ അവസാന പണികളിലോട്ട് നിങ്ങൾ കടന്നു വരും. ഈ പകൽക്കാലം ഞാനിത് പറയുമ്പോൾ ദൈവമക്കളെ സ്തോത്രം, ചിലതൊക്കെ ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ അതെന്തായി തീരും കർത്താവേ എന്നോർത്ത് ഭാരപ്പെടുന്നവർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ നിങ്ങളോടുള്ള ദൈവത്തിന്റെ ആത്മാവിന്റെ ദൂതായത് നിങ്ങളിലൂടെ കർത്താവ് അത് ആരംഭിച്ചെങ്കിൽ നിങ്ങളിലൂടെ തന്നെ തമ്പുരാൻ അത് ചെയ്തെടുക്കാൻ ശക്തത. നിങ്ങൾ വിശ്വസിച്ച് ആമേൻ പറഞ്ഞോ. നിങ്ങളുടെ കരങ്ങളെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്താൻ പോകുക. അതിനിടയ്ക്ക് ശത്രു കൊണ്ടുവരുന്ന എല്ലാ തടസ്സങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പകൽക്കാലം നീങ്ങിപ്പോകുകയാണ്. ഈ പകൽക്കാലം ഇത് പറയുമ്പോൾ ദൈവമക്കളെ കർത്താവിനെ കാണിക്കുന്ന ഒരു വെളിപ്പാട്. ചില വിവാഹങ്ങൾക്ക് നിങ്ങളുടെ ഭവനങ്ങൾ സാക്ഷികളാകാൻ പോകുക. കർത്താവ് ആരെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഇതിലിരിക്കുന്ന ആരുടെ കുടുംബത്തിൽ സ്തോത്രം ചില വിവാഹങ്ങൾ സ്തോത്രം ചില മംഗളങ്ങൾ കർത്താവ് ദിവസങ്ങൾ ചെയ്തെടുക്കും കേട്ടോ. നിങ്ങൾ പ്രാർത്ഥിച്ചോ. നിങ്ങൾ ഭാരപ്പെടേണ്ട, ഭയപ്പെടേണ്ട. കർത്താവ് അതിനുവേണ്ട സകല കാര്യങ്ങളും തക്ക സമയത്ത് നിങ്ങളുടെ ഭവനത്തിൽ ഒരുക്കി തന്ന ദൈവത്തിന്റെ നീതിയുടെ കരത്തിന്റെ പ്രവൃത്തി ഒരു സെലിബ്രേഷൻ സെലിബ്രേഷന്റെ മോഡിലോട്ട് നിങ്ങളുടെ ഭവനത്തെ കൊണ്ടുപോകുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് ആരോട് ബുദ്ധി ഉപദേശിക്കുക കേട്ടോ. ഈ പകൽക്കാലം ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചോ. ഈ വർഷം തന്നെ ചില ഭവനങ്ങൾ ആഘോഷത്തിന്റെ ഭവനങ്ങളായി മാറും. ആ ടെസ്റ്റിമണീസ് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതായിരിക്കും. സ്തോത്രം. ഇവിടെ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്. കൃപ എന്നാർപ്പോടെ നിങ്ങൾ ആണിക്കല്ല് കയറ്റും, നിങ്ങൾ ജയം കാണും. കൃപ എന്നാർപ്പോടെ. ഈ പകൽക്കാലം മറ്റൊന്നും പറയാനില്ലെങ്കിലും ദൈവസേനയിൽ കൃപ എന്ന് പറയാൻ കഴിയുന്നുവെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആകട്ടോ. ഹാലേലൂയ. കാരണം അത് എല്ലാരെ കൊണ്ട് സാധിക്കുന്ന കാര്യമല്ല. കൃപ ദൈവത്തിന്റെ കൃപയാ. എന്റെ കഴിവല്ലെന്നേ, എന്റെ മിടുക്കല്ലെന്നേ. സ്തോത്രം. കർത്താവിന്റെ കൃപയാ എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ പൂർണ്ണമായി ദൈവത്തിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ഹാലേലൂയ. നമുക്ക് ഒരുപക്ഷെ പറയാനായിട്ട് പല കാര്യങ്ങളുണ്ടാവും. സ്തോത്രം. അല്ലെങ്കിൽ നമ്മളോട് മറ്റുള്ള പലർക്കും പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിങ്ങളുടെ മാതാപിതാക്കൾ പറയും, അല്ലെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർ പറയടാ ഞാൻ സഹായിച്ചുകൊണ്ടാണ് ഇന്ന രീതിയിലൊക്കെ എത്തിയത്. പലർക്കും പലതും പറയാനുണ്ട്. പക്ഷെ ഈ പകൽക്കാലം തമ്പുരാൻ നിങ്ങളെ നോക്കി പറയാനുള്ളത് സ്തോത്രം ദൈവം നിങ്ങളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് നിങ്ങൾ കൃപയെന്ന് പറയുന്നത് കേൾക്കാനാണ്. കാരണം എല്ലാ ക്രെഡിറ്റും തമ്പുരാന് വേണമെന്ന കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം
ഹാലേലൂയ ചില ഫൈനൽസിലോട്ട്, ചില പൂർത്തീകരണത്തിലോട്ട്, ചിലതിന്റെയൊക്കെ ചില പൂർത്തീകരണത്തിലോട്ട് പരിശുദ്ധാത്മാവ് നിങ്ങളെ ചിലരെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുക കേട്ടോ. വിശ്വസിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഹാലേലൂയ. ഞാൻ പറയുന്നതിന്റെ ആഴം നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. കാരണം ദൈവം ചില പണികൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനാണ്. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. ഞാനിത് പറയുമ്പോൾ നമുക്കറിയാം ഈ ഒരു കാലഘട്ടത്തിൽ നാം ചുറ്റോട് നോക്കുമ്പോൾ, നമുക്ക് ചുറ്റുമുള്ള ചേർച്ചുകളിലോട്ടൊക്കെ നോക്കുമ്പോൾ ഹാലേലൂയ പലതും തുടങ്ങിയെങ്കിലും പലതും സ്തോത്രം വേണ്ട രീതിയിൽ മുന്നോട്ട് പോകാതെ സ്റ്റക്കായിട്ടും അല്ലെങ്കിൽ ചിലതൊക്കെ അവസാനിച്ചതുമായ ചരിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. കാരണം ആത്മാവിൽ തുടങ്ങിയത് അവസാനിക്കേണ്ടത് ആത്മാവിൽ തന്നെയാണ്. സോ അതിനിടയ്ക്ക് ജഡം കയറുമ്പോഴാ, അല്ലെങ്കിൽ മാനുഷികമായ ഗിമ്മിക്കുകളും പ്രോഗ്രാംസ് ഒക്കെയും കയറി വരുമ്പോൾ വഴി റൂട്ടൊക്കെ മാറിപ്പോകും. അവിടെ ദൈവത്തിനൊന്നും പ്രവർത്തിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. ഹാലേലൂയ. ഡിവൈൻ വെസ്റ്റം വേണ്ടെടുത്ത്, ദൈവത്തിന്റെ ജ്ഞാനം വേണ്ടെടുത്ത് മാനുഷിക ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരാജയമാകും. ഹാലേലൂയ, സ്തോത്രം. ഹാലേലൂയ, സ്തോത്രം, സ്തോത്രം. ഹാലേലൂയ. ഇരുപത്തങ്ങളിൽ അനോയിന്റിങ് വേണ്ടെടുത്ത് അല്ലെങ്കിൽ ദൈവത്തിന്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടത് അനോയിന്റിങ്. അവിടെ പുൾപിറ്റ് ട്രെയിനിങ്ങിന് ഒരു സ്ഥാനവുമില്ല കേട്ടോ. സ്തോത്രം. അനോയിന്റിങ് നിൽക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ചില ശക്തമായ പ്രവർത്തികൾ പരിശുദ്ധാത്മാവ് അനോയിന്റിങ്ങിലൂടെ ചെയ്തെടുക്കും. എന്തിനാ കർത്താവ് ഇതൊക്കെ എന്നെ കൊണ്ട് പറയിക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എനിക്കറിയാം വ്യക്തമായ ദൈവാത്മാവിടെ ചിലരെ തൊട്ട് സംസാരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ റിജക്ട് ചെയ്യപ്പെട്ട സ്ഥാനങ്ങളെയോ പൊസിഷൻസിനെയോ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട. നിങ്ങൾ വഹിക്കുക, നിങ്ങൾ ക്യാരി ചെയ്യുന്ന അനോയിങ്ങിന്റെ മഹത്വത്തെ നിങ്ങൾ തിരിച്ചറിയുന്നുവെങ്കിൽ റിജക്ഷനെ നിങ്ങൾ ഭാരപ്പെടരുത്, റിജക്ഷനെ നിങ്ങൾ ഭയപ്പെടരുത്. ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. തക്ക സമയത്ത് നിങ്ങളുടെ സീസണിൽ പൊക്കിയെടുത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ റിജക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്ന നിലവാരത്തിലോട്ട് ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് അനുകൂലമായി വെളിപ്പെടും. ഇതൊരു പക്ഷെ കുനിഞ്ഞിരിക്കുന്നവരായിരിക്കാം, പക്ഷേ നിങ്ങളെ കുനിഞ്ഞു നോക്കിയവർ അവർ തല ഉയർത്തി നിങ്ങളെ നോക്കുന്ന അനുഭവത്തിലോട്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവർത്തികൾ നിങ്ങളുടെ ലൈഫിൽ വെളിപ്പെടും. അന്യഭാഷ കർത്താവിനോട് സ്തുതിച്ച് ദൈവശക്തി ഏറ്റെടുത്ത് ചില കുഴികളിൽ നിന്ന് പകൽക്കാലം കയറട്ടെ കർത്താവേ. ചില നിരാശപ്പെട്ട കാർമേഘം പോലെ നിരാശ കൊണ്ടുവന്നിട്ട് കെട്ടിയിട്ടിരിക്കുന്നത് പോലെ അനങ്ങാൻ കഴിയാതെ വേണം, മൂവ് ചെയ്യാൻ കഴിയാതെ വേണം, ഇഴയുന്ന അനുഭവത്തിലായിരിക്കുന്ന ചിലർ ഈ പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ വിടുതൽ പ്രാപിക്കുക. മൂവ് ചെയ്യുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തെ കുറിച്ച് പറയുമ്പോൾ ഓപ്റ്റി പ്രസൻസ്, അതായത് എല്ലായിടത്തും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. പക്ഷെ എല്ലായിടത്തും അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നില്ല. അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് അതിനെ ക്യാരി ചെയ്യുന്ന നമ്മളാണ്. നമ്മളിലൂടെ അത് മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. നമ്മളുടെ ബോഡിയിലൂടെ സ്തോത്രം, നമ്മുടെ വാക്കുകളിലൂടെ സ്തോത്രം, നമ്മുടെ പ്രവർത്തികളിലൂടെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത്. വചനം ഇങ്ങനെ പറയുന്നല്ലോ, കാറ്റ് എവിടെ നിന്ന് വരുന്നു അതെവിടേക്ക് പോകുന്നു എന്ന് ആരും കാണുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവാത്മാവിനെ കുറിച്ച് പറയുമ്പോൾ സ്തോത്രം നമുക്കറിയത്തില്ല. പരിശുദ്ധാത്മാവിനെ ഇതാ ഇവിടെ പരിശുദ്ധാത്മാവ്, അത് അവിടെ പരിശുദ്ധാത്മാവ്, അവിടെ ദൈവത്തിന്റെ ആത്മാവ് എന്ന് കാണിക്കാൻ നമുക്ക് സാധിക്കത്തില്ല. പക്ഷെ അത് കാണുന്നത് നമ്മളിൽ ഓരോരുത്തരിലൂടെയാണ്, നമ്മുടെ ലൈഫിലൂടെയാ, നമ്മുടെ ലൈഫിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സിലൂടെയാ ദൈവം നമ്മളിൽ ജീവിക്കുന്നു കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സ്തോത്രം പറയാൻ ആഗ്രഹിക്കുന്ന ഒറ്റ കാര്യം, എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിലൂടെ കടന്നു വരുമ്പോൾ എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5:18 ഇങ്ങനെ പറയുന്നുണ്ട്, വീണ്ടും കുടിച്ച് മത്തരാവരുത്. പക്ഷെ എന്ത് ചെയ്യണം? ആത്മാവിൽ നിറഞ്ഞ സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ദൈവത്തെ എപ്പോഴും പാടി സ്തുതിച്ചുകൊണ്ട് എപ്പോഴും കർത്താവിന് സ്തോത്രം ചെയ്യുന്നതാകും. ദൈവത്തിന് നമ്മെ കുറിച്ചുള്ള പദ്ധതി അതാ. ഹാലേലൂയ, ഹാലേലൂയ, സ്തോത്രം. എപ്പോഴും ആത്മാവിൽ നിറയുന്ന അനുഭവം. അപ്പൊ നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്, സിസ്റ്ററെ ഞാൻ അഭിഷേകം പ്രാപിച്ചതാണല്ലോ. ഒരിക്കൽ എന്നോട് ഒരു ദൈവത്തിന്റെ ദാസി ചോദിച്ചതാ, ഹാലേലൂയ ഞാൻ അഭിഷേകം പ്രാപിച്ചതാണല്ലോ, പിന്നെ ഞാൻ എന്തിനാ കർത്താവെ എന്നെ നിറക്കിയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? ഞാൻ ഒരിക്കൽ നിറഞ്ഞതല്ലേ. സ്തോത്രം. ഹാലേലൂയ. എന്നാൽ ദൈവമക്കളെ ഞാനൊരു കാര്യം പറയട്ടെ. സ്തോത്രം. നമ്മുടെ ഭവനത്തില് കുക്ക് ചെയ്യുന്ന ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ അല്ലെ, സിലിണ്ടർ. ഹാലേലൂയ. സിലിണ്ടർ എന്റെ വീട്ടിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതിനകത്ത് ഗ്യാസ് നിറച്ചിട്ടില്ലെങ്കിൽ കുക്കിംഗ് സാധ്യമാവുകയോ? ഹാലേലൂയ. അല്ലെ
മറ്റൊരു എക്സാമ്പിൾ ഇടുക. ഈ പായക്കപ്പൽ കണ്ടിട്ടില്ലേ? ഹാലയില് കാറ്റ് നിറയുന്നതിനനുസരിച്ച് അത് മൂവ് ചെയ്യുന്നത്. സ്തോത്രം. കാറ്റില്ല എങ്കിൽ, കാറ്റിനാൽ നിറയ്ക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വ്യക്തമായ ഡിറക്ഷനിൽ അത് മൂവ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞതുപോലെ സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടുന്നില്ലെങ്കിൽ ഹല്ലേലൂയ നമുക്ക് മുന്നോട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതൊരു ഫ്യൂവലാ. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവ പൈതലിനെ ആളിക്കെത്തിക്കുന്ന, അവനെ ദൈവത്തിന്റെ റൂട്ടിനെ കാണിച്ചു കൊടുക്കുന്ന ഫ്യൂവലാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ പകൽക്കാലം ആത്മാവിനാൽ നിറയപ്പെടുക നമ്മൾ ആഗ്രഹിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ഇത് പറയുമ്പോൾ സ്തോത്രം, ഒരു വാക്യം കൂടി നിങ്ങളെ കാണിക്കാതെ പറ്റത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്ര 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 സ്തോത്ര. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 9 ഇങ്ങനെ കാണും: നിങ്ങളോ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡ സ്വഭാവമുള്ളവരല്ല, ആത്മസ്വഭാവമുള്ളവരത്രേ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനാണ്. അതായത് ദൈവത്തിന്റെ ആത്മാവ് നമ്മളിൽ വസിക്കുമ്പോൾ നമ്മൾ ആരാ? സ്തോത്രം, ജഡ സ്വഭാവമുള്ളവരല്ല. അപ്പോൾ ഈ ഭൂമി ജീവിക്കുമ്പോൾ പലപ്പോഴും ജഡത്തിന്റെ പല സ്വഭാവങ്ങൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പൊന്തി വരാറുണ്ട്. ദേഷ്യപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ഹല്ലേലൂയ. ഒച്ചത്തിൽ സംസാരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല സിസ്റ്റർ, ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല, ഞാൻ ഭയങ്കര കാം ക്വയറ്റ്, എന്നോട് ഇങ്ങോട്ടടി ഒച്ചയെടുത്തോണ്ട് വരുന്നവരെടുത്ത് ഞാൻ മിണ്ടാതെ നിൽക്കത്തേ ഉള്ളൂ. സ്തോത്രം. ഹാലയില് കർത്താവ് പഠിപ്പിച്ചു. പക്ഷെ പലപ്പോഴും നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ കുടുംബ ജീവിതത്തിൽ, നമ്മുടെ കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ഷൗട്ട് ചെയ്യുന്ന ചില വാചകങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, മിശായ അവിടെ കിടന്ന് കൈയും കുത്തി തലയും കുത്തി കിടന്ന് ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നോക്കിക്കേ സ്തോത്രം. കാരണം ഞാൻ പറഞ്ഞു വന്നതിന്റെ താല്പര്യം, ഹല്ലേലൂയ, സൺഡേ ചർച്ചിൽ വരുമ്പോൾ നമ്മൾ പെരുമാറുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. നമ്മുടെ വ്യക്തിപരമായ ജീവിതം, നമ്മുടെ സ്വകാര്യ നമ്മുടെ ഭവനത്തിനുള്ളിൽ ചില നിമിഷങ്ങൾ നടക്കുന്ന ചില ടോക്കുകൾ, ഒരു 1 hour ടോക്ക് നമ്മൾ ചിന്തിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവരുമായി. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ആത്മാവിൽ തന്നെയാണ് നമ്മൾ സംസാരിക്കുന്നത്? ആണോ? ഹല്ലേലൂയ സ്തോത്രം. ഞാൻ പറഞ്ഞു വന്ന താല്പര്യം, നാം ദൈവത്തിന്റെ ആത്മാവ് നിറയപ്പെട്ടവരാണെങ്കിലും സ്തോത്രം, പലപ്പോഴും ഈ ജഡ സ്വഭാവം നമ്മൾ പൊന്തി വരാൻ സാധ്യതയുണ്ട്. സ്തോത്രം. എന്നാൽ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ, പുതുക്കപ്പെടുമ്പോൾ മാത്രമേ ജഡത്തിന്റെ ഇച്ഛകൾ, ജഡത്തിന്റെ ചിന്തകൾ, ജഡത്തിന്റെ നടത്തിപ്പ് നമുക്ക് ജയിക്കാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓർപ്പിച്ചതുപോലെ ആത്മാവിൽ പുതുകി വരുവാൻ, ആത്മാവിൽ നിറഞ്ഞു വരുവാൻ, ആത്മാവിൽ ചലിക്കുവാൻ, ഹല്ലേലൂയ, അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ആത്മാവിൽ ചലിക്കുവാൻ, ആത്മാവിൽ മൂവ് ചെയ്യുവാൻ കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുക. ചില പണികൾ ആത്മാവിൽ നാം ചെയ്യാൻ തയ്യാറാകുമ്പോൾ അതിന്റെ റിസൾട്ട് വലുതായിരിക്കും കേട്ടോ. ഞങ്ങൾ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ സമയത്ത് കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വാക്യമായിരുന്നു, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ. ഇന്ന് ഞങ്ങളുടെ ലൈഫ് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പാതയിലാണ്. സ്തോത്രം. ഒരു മനുഷ്യ മുഖത്തെയോ മറ്റൊന്നിനെ ഞങ്ങൾ നോക്കുന്നില്ല. കൃപയാൽ ഹല്ലേലൂയ ദൈവ ആത്മാവിനാൽ മൂവ് ചെയ്യാൻ കർത്താവ് ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് മക്കളെ. അതുകൊണ്ട് തന്നെ പലപ്പോഴും പല കരങ്ങളും സ്തോത്രം, പല മുഖങ്ങളും നമ്മൾ നിന്ന് മാറിപ്പോകുവാൻ, വിട്ടുപോകാനൊക്കെ ഇടയായി. പക്ഷെ നമ്മളെ വിട്ടുമാറാത്തൊരു മുഖം, വിട്ടുമാറാത്തൊരു കരം നമ്മളെ താങ്ങുന്നതുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ സൈന്യം. സ്തോത്രം. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ഫേവർ നമുക്ക് വേണ്ടി വെളിപ്പെട്ടുകൊണ്ടിരിക്കും. സെരുബ്ബാബേലിന്റെ കൂടെ ദൈവം ഉണ്ടായി തനിക്ക് പ്രതികൂലമായി ചില നിയമങ്ങളെ, ഹല്ലേലൂയ, സൈറസ് രാജാവിനെയും ഭക്തിയെ തനിക്ക് അനുകൂലമാക്കിയിട്ട് ആ ആലയം പണിക്ക് വേണ്ട കാര്യങ്ങളെ തനിക്ക് വേണ്ടി ദൈവത്തിന്റെ ആത്മാവ് അവിടെ ചെയ്തു കൊടുക്കുവാൻ ഇടയായി തീർന്നു. അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടായി. ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസരിച്ച് നാം യാത്ര ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഫേവർ അല്ലാത്ത സാഹചര്യങ്ങളെ കർത്താവ് ഫേവറാക്കി മാറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. നമ്മൾ ഫേവർ തേടി പോകേണ്ട കാര്യമില്ല, കർത്താവ് ഫേവറാക്കി മാറ്റും. ഹല്ലേലൂയ. അതിന്റെ മധ്യേ എത്രത്തോളം തടസ്സങ്ങൾ നമ്മൾ നേരിട്ടു എന്നുള്ളതല്ല, അല്ലെങ്കിൽ ഹൗ ലോങ് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്നുള്ളതല്ല. പകൽക്കാലം ചിന്തിക്കണം, ദൈവം കൂടെയുണ്ടെങ്കിൽ ദൈവത്തിന്റെ ഫേവറുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് വായിച്ച വാക്യത്തിൽ തിരിച്ചു വരാം. സ്തോത്രം. ഇവിടെ വാക്യം വായിച്ചല്ലോ, കർത്താവ് പറയുക, സ്തോത്രം, സെരുബ്ബാബേലേ, സൈന്യത്താലല്ല ശക്തിയാലല്ല എന്റെ ആത്മാവിനാൽ. ഒന്നാമത്തെ കാര്യം, ദൈവാത്മാവിനാൽ പണിയാൻ തയ്യാറാകണം. നമ്മുടെ ഭവനം പണിയപ്പെടേണ്ടത്, നമ്മുടെ ഭവനത്തിലെ ഓരോ കാര്യങ്ങളുടെ മേലും ആത്മാവിന്റെ നിയന്ത്രണം ഉണ്ടാകണം. ആത്മാവിനാൽ കൺട്രോൾ ചെയ്യപ്പെടുന്ന ലൈഫിൽ നാം ജീവിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ഭവനം ക്രിസ്തുവിൽ പണിയപ്പെടാൻ തുടങ്ങും. സ്തോത്രം. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, രണ്ടാമത്തെ വേർഡ് ഇവിടെ പറയുന്നത് എങ്ങനെയാ? നീ ആരാകുന്നു മഹാപർവ്വതമേ? സെരുബ്ബാബേലേ,
ഹാലേലു സെരുബാബലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആരാകുന്നു? സ്തോത്രം. ഈ പകൽക്കാലം അങ്ങനെ ചോദിക്കാൻ നാം തയ്യാറാക്കണം. നമ്മുടെ മുമ്പിലുള്ള പ്രതിസന്ധിയെ നോക്കിയിട്ട് നീ ആരാകുന്നു? ഹാലേലു. ഒരുപക്ഷെ കടക്കണിയായിരിക്കാം. ഹാലേലൂയ സ്തോത്രം. നമ്മുടെ പേര് പറഞ്ഞിട്ട് പറയണം, എന്റെ മുമ്പിൽ നിൽക്കുന്ന ഇന്ന വിഷയമേ നീ ആരാകുന്നു? പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയണം, ഹല്ലേലൂയ, നീ അവിടെ ഇല്ലാതാകാൻ പോകുക. കർത്താവ് പർവ്വതത്തെ നോക്കിയിട്ട് നീ സമഭൂമിയാകാൻ പോകുക. നീ പരാജയപ്പെട്ടവനാ, നീ പരാജയപ്പെടാൻ പോകുക. നിനക്ക് എന്റെ മേൽ നിൽക്കാൻ അവകാശമില്ല. സ്തോത്രം. എന്നോട് ഒരു പ്രധാനദാസി പറഞ്ഞൊരു സാക്ഷ്യമാ. ഒത്തിരി സാമ്പത്തിക പ്രയാസത്തിലൂടെ അവർ കടന്നുപോയ ഒരു സാഹചര്യത്തില് അവരിങ്ങനെ പറയുക, ദിവസം പറയാൻ തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. ദാരിദ്ര്യത്തിന് പിശാചേ നിന്നെ ഞാൻ എന്റെ കാൽ കീഴാക്കി ചവിട്ടി മെതിക്കുന്നു അവർ പറയാൻ തുടങ്ങി. സ്തോത്രം. അവരതങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാൻ തുടങ്ങിയപ്പോൾ അടിക്കടി അവരുടെ ലൈഫിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ വെളിപ്പെടാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. ഞാനത് കണ്ടിട്ടുള്ള ആളാ. സ്തോത്രം. ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന സിസ്റ്റർ എനിക്ക് നന്നായിട്ട് അറിയാം. ലോകം ആശ്ചര്യം കൂറുമാറ്, ചുറ്റുമുള്ളവർ ആശ്ചര്യം കൂറുമാറ് ദൈവത്തിന്റെ ഒരു ഫേവറിന്റെ സീസൺ അവർ വെളിപ്പെടാൻ തുടങ്ങി. അവർ ചെയ്ത ഒറ്റ കാര്യമുള്ളൂ. സ്തോത്രം. വിശ്വാസത്തോടെ വായെടുത്ത് പ്രഖ്യാപിക്കാൻ തുടങ്ങി, ആ പ്രതികൂലത്തെ എന്റെ കാൽ കീഴെയാണ്. ആ പ്രതികൂലമേ നീ എന്റെ കാൽ കീഴെയാണെന്ന് അവർ പറയാൻ തുടങ്ങിയപ്പോൾ അവരുടെ ലൈഫ് മാറാൻ തുടങ്ങി. സ്തോത്രം. മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അതുകൊണ്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന മൗണ്ടെയിൻ, നിങ്ങൾ ഫേസ് ചെയ്യുന്ന പർവ്വതം എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ വാ തുറന്ന് പറയാൻ തുടങ്ങണം, ഇന്ന പർവ്വതമേ, ഇന്ന പ്രശ്നമേ നീ എന്റെ കാലിന്റെ കീഴെയാ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ തുടങ്ങിക്കോ. സ്തോത്രം. ലൈഫിൽ വലിയ മാറ്റങ്ങളെ നിങ്ങൾ കാണുക തന്നെ ചെയ്യും. സ്തോത്രം. അതിന് മൂന്നാമത്തെ വാക്യം, മൂന്നാമത്തെ കാര്യം ദൂതനോട് പറയുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. നിന്റെ കൈ ഈ ആലയത്തിന് അടിസ്ഥാനം ഇട്ടു, അതുകൊണ്ട് നിന്റെ കൈ തന്നെ അത് തീർക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതേ മക്കളെ ഞാൻ പറയട്ടെ, സെരുബാബേലിന്റെ ദൈവമാ എന്റെയും നിങ്ങളുടെയും ദൈവം. ഹല്ലേലൂയ. നാം എപ്പോഴും പറയും അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം നമ്മൾ പറയും. സ്തോത്രം. അവരൊക്കെ ലൈഫിനെ ദൈവം മാറ്റിയെങ്കിൽ ഈ പകൽക്കാലം സെരുബാബേലിന്റെ ദൈവമാ നമ്മളുടെ ദൈവം. ഹല്ലേലൂയ. നിസ്സാരമായ കാര്യമല്ല ഒരു ആലയം പണി എന്ന് പറയുന്നത്. സ്തോത്രം. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് അവൻ അതിനുവേണ്ടി അഭിഷേകം ചെയ്ത് നിയോഗം ചെയ്തപ്പോൾ ദൈവത്തിന്റെ ആലോചന കൊടുത്ത് കർത്താവ് അതിനെ പൂർത്തീകരിപ്പാൻ ദൈവത്തിന്റെ ആത്മാവ് ഉപയോഗിച്ചപ്പോൾ സ്തോത്രം, കർത്താവ് അതുവരെ ഉണ്ടായിരുന്ന ആ ഒരു എന്താ പറയാ തടസ്സത്തെ മാറ്റിയിട്ട് ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രത്യേകമായ ഒരു മൂവിലോട്ട് അതിനെ കയറ്റി അതിനെ സ്പീഡപ്പ് ആക്കിയെങ്കിൽ ഈ പകൽക്കാലം നമ്മളുടെ ദൈവം നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ദൈവമക്കളെ ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ആഹാബിന്റെ പുറകെ ഓടിയ സ്തോത്രം ഏലിയാവിനെ സ്പീഡപ്പ് ചെയ്ത് അവനെ മുമ്പിൽ കയറ്റി ഓടിച്ച ദൈവം. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ ചിന്തിക്കാതെ വായിക്കുമ്പോ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ നെറ്റിൽ സെർച്ച് ചെയ്ത് നോക്കി. ഒരു ഫോഴ്സ് റൈഡിന്റെ ഒരു പവർ എന്ന് പറയുന്നത് സ്തോത്രം മണിക്കൂറില് 70 അല്ലെങ്കിൽ ഏകദേശം അത്രയും കിലോമീറ്ററുകൾ ഒരു റൈഡിനുള്ള ഹോഴ്സ് ഒക്കെ പോകും. സ്തോത്രം. എന്നാൽ നോക്കിക്കേ, ഏലിയ ഓടിയത് അതിനും മുന്നെയാ, അതിനും ഫാസ്റ്റ് ആയിട്ടാ. അതൊരിക്കലും ഒരു ഹ്യൂമൻ നേച്ചർ അനുസരിച്ച് സാധ്യമാകുന്ന കാര്യമല്ല. ഏലിയാവിനെ ശക്തിപ്പെടുത്തിയത് ആരാ? സ്തോത്രം. ഏലിയാവിനെ സ്പീഡപ്പ് ആക്കിയത് ആരാ? സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവാ. സ്തോത്രം. അങ്ങനെ ഈ പകൽക്കാലം വിശ്വസിക്കണം. ഹല്ലേലൂയ. സ്ലോ ആയി കിടക്കുന്ന ചില വിഷയങ്ങളുടെ മധ്യേ ദൈവത്തിന്റെ ആത്മാവിന് പ്രവർത്തിപ്പാൻ നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി ആ വിഷയങ്ങൾക്ക് സ്പീഡപ്പ് ചെയ്യുവാൻ കർത്താവിന് കരം നിങ്ങൾക്ക് അനുകൂലമായി പ്രവർത്തിക്കാൻ പോവുക. വിശ്വസിക്കാൻ തയ്യാറാണോ? കർത്താവെ സ്തോത്രം. ഹല്ലേലൂയ. ആ തടസ്സങ്ങൾ നീങ്ങിപ്പോകുവാൻ എന്റെ കുടുംബത്തെ ഒന്ന് സ്പീഡപ്പ് ആക്കണമേ. എന്റെ ശുശ്രൂഷയിൽ കർത്താവ്, എന്റെ ബിസിനസ്സിൽ, എന്റെ ജോലി മേഖലയിൽ കർത്താവെ സ്തോത്രം. ഇന്നിന്റെ വിഷയങ്ങളുടെ മധ്യ എനിക്ക് അല്പം കൂടി സ്പീഡ് ആവശ്യമാ കർത്താവെ, അതിനെന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കേ. അതിനെ ഡിലേ ആക്കുന്ന എല്ലാ സ്പിരിറ്റുകളും പകൽക്കാലം യേശുവിന്റെ നാമത്തിൽ അടിയറവ് പറയട്ടെ. ദൈവത്തിന്റെ ആത്മാവിനാൽ ശക്തിപ്പെട്ടപ്പോൾ മുമ്പിൽ നിന്ന മല്ലനായ ഗോലിയാത്ത് ദാവീദിന്റെ മുമ്പിൽ ഒരു കരട് മാത്രമായി. ദൈവമക്കളെ ഹല്ലേലൂയ. ദാവീദ് കാണുന്നത് ഗോലിയാത്തിനെ അല്ല കേട്ടോ. സ്തോത്രം. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്ത് രസമുള്ള കാര്യമാ. സ്തോത്രം. ദാവീദിന് മുമ്പ് മനുഷ്യരുമായി ബാക്കി എല്ലാവരും പേടിച്ച് വരച്ച് നിൽക്കുക. ഹാലേലൂയ. ഈ പൊട്ടുപയ്യൻ പോയിട്ട് സ്തോത്രം ഹാലൂല കല്ലും പിടിച്ചോണ്ട് നിൽക്കുക. സ്തോത്രം. എല്ലാരും വിചാരിച്ചു ഇപ്പൊ തീരും, അവന്റെ കഥ ഇപ്പൊ തീർന്നു. സ്തോത്രം. പക്ഷെ ദാവീദ് അവൻ കണ്ടത് ആത്മകണ്ണുകളല്ല. അവന് മുമ്പിൽ ദാവീദിന് മുമ്പിൽ ഗോലിയാത്ത് ഒരുപക്ഷെ ഒരു പൊട്ടുപോലെ മാത്രമേ ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ആ കല്ല് ഇറ്റ് വാസ് മോർ ദാൻ ഇനഫ് ഫോർ ഡേവിഡ്.
സ്പിരിറ്റ്. അതുകൊണ്ട് തന്നെ സ്തോത്രം അത് നിമിഷ നേരത്തിനുള്ളിൽ ഹാലേലൂയ അവന് നിലം പരിച്ചാകാൻ കഴിഞ്ഞത്. ഈ പകൽക്കാലം നമ്മൾ ക്യാരി ചെയ്യുന്ന ആത്മാവിന്റെ ശക്തി എത്ര വലിപ്പമുള്ളതെന്ന് തിരിച്ചറിയുന്നുവെങ്കിൽ നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കാൻ ഒരു പർവ്വതങ്ങൾ തയ്യാറാകത്തില്ല ദൈവമക്കളെ. ഹാലേലൂയ. ഒരുപക്ഷെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരായിരിക്കാം പർവ്വതം പോലെ വെല്ലുവിളികളുമായിട്ട് അല്ലെങ്കിൽ പ്രയാസങ്ങളുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്നത്. ഈ പകൽക്കാലം അത് യേശുവിന്റെ നാമത്തിൽ മാറാൻ കൽപ്പിക്കുന്നുവെങ്കിൽ കർത്താവ് ശിഷ്യന്മാരോട് ഇങ്ങനെ പറയാൻ തക്കണം ഇടയായി തീരുന്നു. അത് നിങ്ങൾ ഒരുവൻ വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങി കടലിൽ പോക എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും. Praise the Lord. Hallelujah. അത് ചുമ്മാ അങ്ങ് പറയാൻ പറ്റത്തില്ല കേട്ടോ. സ്തോത്രം. അഭിഷേകത്തോടെ ധൈര്യത്തോടെ കൽപ്പിക്കുമ്പോൾ അത് അവിടെ സംഭവിക്കും. Hallelujah. ചിലതിനോട് അമർച്ചയായിട്ട് കർത്താവ് കൽപ്പിച്ചത്. Hallelujah. ചിലതിനോട് ദേഷ്യത്തിൽ കർത്താവ് കൽപ്പിച്ചത്. അതൊക്കെയും കർത്താവ് ആത്മാവിൽ കർത്താവ് ചെയ്ത ഓരോ ശുശ്രൂഷകളാ. ഈ ദിവസങ്ങൾ ആത്മാവിൽ നിറയപ്പെടുമ്പോൾ ശുശ്രൂഷ കർത്താവ് നമ്മളൂടെ ചെയ്തെടുക്കും. നമ്മുടെ ഭവനത്തിലുള്ള അസാധാരണ വ്യക്തിത്വം ഈ പകൽക്കാലം ചിലരെ ഉപയോഗിക്കുക ദൈവത്തിന് പദ്ധതിയുണ്ട് കേട്ടോ. നിങ്ങൾ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല എന്ന് ആത്മാവ് നിങ്ങളെ നോക്കി ദൂത് പറയുക. നിങ്ങളിൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ശക്തിയുടെ വലിപ്പത്തെ തിരിച്ചറിയുന്നുവെങ്കിൽ ചില വെല്ലുവിളികളെ കേട്ട് ചില പ്രയാസങ്ങളുടെ മധ്യേ നിരാശപ്പെട്ട് കുനിഞ്ഞിരിക്കുന്ന ചിലർ ഈ പകൽക്കാലം ഒന്ന് ശക്തിപ്പെട്ടാട്ടെ. ചില വാക്കുകൾക്ക് മുമ്പേ ഇസബേലിന് മുമ്പിൽ തളർന്നു പോയതുപോലെ ചില വാക്കുകൾക്ക് മുമ്പിൽ തളർന്നിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട് കേട്ടോ. ചില ഭീഷണി സ്വരങ്ങളുടെ മധ്യേ നിരാശപ്പെട്ട് തല കുനിച്ചിരിക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. എന്നാൽ അവരെ നോക്കിയിട്ട് കർത്താവിന്റെ ആത്മാവ് പറയും ഏലിയാവേ ചില ദൂരം കൂടി നിനക്ക് യാത്രയുണ്ട് കേട്ടോ. നിന്റെ യാത്ര ഇവിടെ തീരുന്നില്ല ഏലിയാവേ. നിനക്ക് അല്പദൂരം കൂടി പോകാനുണ്ട്. നിന്നെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന്റെ ആത്മാവ് നിന്റെ കൂടെയുണ്ടെന്ന് ഈ രാവിലെ കാലം ചിലരെ നോക്കി ആത്മാവിൽ ദൂത് വിളിച്ചു പറയുകയാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രതിസന്ധി ഒരു പെർമനന്റ് അല്ല കേട്ടോ. സ്തോത്രം. അതിന് ദൈവത്തിന് ചില പദ്ധതികൾ ഉണ്ടെന്നേ. ഒരുപക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ നിങ്ങളെ പണിത് പുറത്തു കൊണ്ടുവരുവാൻ തമ്പുരാൻ അനുവദിക്കുന്നതായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ദൈവത്തിൽ ഇപ്പോൾ മുട്ടുകൾ മടക്കാൻ തയ്യാറാകുന്നുവെങ്കിൽ ആ പ്രതിസന്ധി നിങ്ങൾ കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ ആ പ്രതിസന്ധി നിങ്ങളെ വിട്ട് മാറിപ്പോകും. പലപ്പോഴും ഞങ്ങൾക്കുണ്ടായ അനുഭവം ഞാൻ പറയാം. ചില വിഷയങ്ങളുടെ മധ്യേ എന്ത് ചെയ്യണം, എങ്ങനെ തീരുമാനം എടുക്കണമെന്നൊക്കെ അറിയാതിരുന്ന സാഹചര്യങ്ങളില്ല. ഞാനും ഒരു ഹസ്ബൻഡ് ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ മുട്ടുകളെ മടക്കും. ഞങ്ങൾ ഒന്നും ചെയ്യത്തില്ല, ദൈവത്തെ ആരാധിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. എന്താ പറയേണ്ടത് പോലും അറിയാത്ത ചില സാഹചര്യങ്ങളില് സംസാരം മാറ്റി ഞങ്ങൾ കർത്താവിനെ സ്തുതിച്ചു തുടങ്ങും. അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചു തുടങ്ങും. ചിലപ്പോൾ മണിക്കൂറുകൾ ആരാധന നീണ്ടുപോകും. ഹല്ലേലൂയ. ആത്മാവ് ശക്തിപ്പെട്ട് ഞങ്ങൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കാർമേഘം പോലെ നിന്ന് രാശി എവിടെ പോയി അറിയത്തില്ല. ഹല്ലേലൂയ. സ്തോത്ര. ഹല്ലേലൂയ. എണ്ണ തേച്ച് മുഖം കഴുകുന്നത് പോലെ സ്തോത്രം. ദൈവത്തിന്റെ ആത്മാവിന്റെ തേജസ് ഞങ്ങളുടെ മേൽ ഇറങ്ങാൻ തക്കണം തയ്യാറാകും. അപ്പോൾ തന്നെ ഞാൻ പറയട്ടെ, ദൈവങ്ങൾ അനുഭവിച്ച് പറയുക, ഞങ്ങൾ ഭാരപ്പെട്ടിരുന്ന വിഷയത്തിന്റെ മധ്യേ വിടുതലിന്റെ സന്ദേശവും ഞങ്ങൾ കേൾക്കാനിടയായിട്ടുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലം പൗലോസ് ശീലാസ് ചെയ്തതുപോലെ ചില വിഷയങ്ങളുടെ മധ്യേ സ്തോത്രം ഭാരപ്പെട്ടുകൊണ്ട് അതിന് കർത്താവ് പറഞ്ഞിരിക്കുക എന്തു ചെയ്യാൻ കഴിയും? ഭാരപ്പെട്ടുകൊണ്ട് അതിനൊരു പുഴ കൂട്ടുവാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? ഇല്ല. സ്തോത്രം. അങ്ങനെയെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കർത്താവിനെ സ്തുതിക്കാൻ തുടങ്ങിക്കേ. ഹല്ലേലൂയ. ആരാധിക്കാൻ തുടങ്ങിക്കേ. ആത്മാവിൽ ബലപ്പെടാൻ തുടങ്ങിക്കേ. ആത്മാവിൽ ശക്തിപ്പെടാൻ തുടങ്ങിക്കേ. സ്തോത്രം. വചനത്തെ പ്രഖ്യാപിക്കാൻ തുടങ്ങിക്കേ. ചിലതിനോടൊക്കെ വചനം എടുത്തിട്ട് നീ ആരെന്ന് അഡ്രസ് ചെയ്യാൻ തുടങ്ങിക്കേ. സ്തോത്രം. സത്യങ്ങളെ ദൈവവചന സത്യങ്ങളെ വിളിച്ചു പറയാൻ തുടങ്ങിക്കേ. സ്തോത്രം. നമ്മുടെ ലൈഫ് മാറും. സ്തോത്രം. നമ്മുടെ ലൈഫ് എൻജോയ്മെന്റ് ആകും. സ്തോത്രം. പിശാചിന്റെ പദ്ധതി നമ്മളിങ്ങനെ നരകി കണ്ണീരൊഴുക്കി സഫർ ചെയ്ത് ജീവിക്കണമെന്ന സ്തോത്രം. എന്നാൽ തമ്പുരാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. അല്പനേരത്തേക്കുള്ള നിങ്ങളുടെ ലഘുവായ കഷ്ടങ്ങൾ ബൈബിള് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അല്പനേരത്തേക്ക്. സ്തോത്രം. എന്നാൽ ചിലതിലൂടെ കർത്താവ് നമ്മെ കടത്തിവിടുമ്പോൾ അതിലൂടെ കടക്കുവാനുള്ള പോക്കുവഴികളും കർത്താവ് നമുക്ക് ഒരുക്കിയിട്ടുണ്ടാകും. സ്തോത്രം. പോക്കുവഴി ഒരുക്കിയിട്ട കർത്താവ് ചിലതിലോട്ട് നമ്മളെ കടത്തിവിടാൻ അനുവദിക്കുന്നത്. അതുകൊണ്ട് അത് ദൈവത്തിന്റെ വിശ്വസ്തതയാണ് നമ്മൾ തിരിച്ചറിയണം. അതിൽ നിന്ന് കടന്ന് പുറത്തു വരുമ്പോൾ നമ്മൾ മുന്നേ ആയിരുന്ന പോലെ ആയിരിക്കത്തില്ല. ആള് മാറി ഇവരെ വ്യത്യസ്തരായി കർത്താവ് നമ്മെ പുറത്തു കൊണ്ടുവരും. അതുകൊണ്ട് ഈ പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ ദൈവമക്കളെ. ഹല്ലേലൂയ. ചിലരെ വ്യത്യസ്തരാക്കുവാൻ, നിങ്ങളിൽ ചിലരെ വ്യത്യസ്തരാക്കുവാൻ
ദൈവത്തിന് വലിയ പദ്ധതികൾ ഉണ്ട് കേട്ടോ. ചില മാസ്റ്റർ പ്ലാനുകൾ നിങ്ങളുടെ കയ്യിൽ തന്നിട്ട് മാറിയിരിക്കുന്നവനല്ല നമ്മുടെ കർത്താവ്. ഈ പകൽക്കാലം അതിലൂടെ നിങ്ങളെ നടത്തി പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന്റെ മഹത്വമുള്ള കിരീടങ്ങളാക്കി മകുടമണികളാക്കി നിങ്ങൾ ഓരോരുത്തരും പുറത്തെടുക്കുവാൻ തമ്പുരാന് പദ്ധതി ഉള്ളത് കൊണ്ട് അത് ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു. കർത്താവെ, ആത്മാവിനാൽ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്റെ കുടുംബത്തെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഈ ദിവസത്തിൽ ചില പണികൾ ആത്മാവ് തന്നെ എന്നോടുള്ള ബന്ധത്തിൽ ചെയ്തെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. വചനം ഇങ്ങനെ പറഞ്ഞു, ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. അതുകൊണ്ട് ദിവസങ്ങൾ അഭിഷേകം പ്രാപിച്ചിട്ടില്ലെങ്കിൽ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ അതിന് മുഖ്യ വിഷയമായി വെച്ച് പ്രാർത്ഥിച്ചുകൊണം. ഹല്ലേലൂയ. കർത്താവെ, ആത്മാവിൽ നിറയപ്പെടുവാൻ എന്നെ സഹായിക്കണമേ. അന്യഭാഷ അതരത്തോടെ കർത്താവിനെ സ്തുതിക്കുവാൻ എന്നെ സഹായിക്കണമേ. അതിനൊന്ന് ജ്വലിപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. ഒരുപക്ഷെ അടുത്തൊരു തലവലിലോട്ട് എന്നെ കയറ്റിടമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകുന്നുണ്ട്. ഉപവാസ പ്രാർത്ഥനയില് മറ്റൊന്നും നിങ്ങൾ കർത്താവിനോട് ചോദിച്ചില്ലെങ്കിലും, ഭൗതികമായ വിഷയങ്ങൾ കർത്താവിന്റെ വെച്ചില്ലെങ്കിലും, നിങ്ങൾ ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. സ്തോത്രം. നിങ്ങളുടെ സാഹചര്യങ്ങൾ മാറി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. എനിക്ക് മുമ്പ് സമയങ്ങൾ ഇവിടെ തീരുന്നത് കൊണ്ട് കേൾക്കപ്പെട്ട വചനത്തിന് മുൻപാകെ നമുക്ക് സമർപ്പിക്കാം. ദൈവമക്കളെ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, ആത്മാവിനെ കെടുക്കരുതെന്നൊക്കെ വചനം നമ്മളോട് പറയുമ്പോൾ ഈ ദിവസം നമ്മളെ ഒന്ന് ശോധന ചെയ്യാം. ആത്മാവിനെ ദുഃഖിപ്പിക്കുന്ന അല്ലെങ്കിൽ കെടുക്കുന്ന എന്തെങ്കിലും പ്രവർത്തികൾ, ജഡത്തിന്റെ പ്രവർത്തികൾ, ഒരുപക്ഷെ വലിയ കുറ്റകൃത്യങ്ങളൊന്നും ചെയ്തിട്ടായിരിക്കത്തില്ല. നാം ദുഃഖിക്കുന്നത് പോലും പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. നാം വ്യാകുലപ്പെടുന്ന പരിശുദ്ധാത്മാവിന് ഇഷ്ടമല്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞ ശക്തിയുടെയും സുബോധത്തിന്റെയും ധൈര്യത്തിന്റെയും ആത്മാവാ. ആ ആത്മാവിനെ ക്യാരി ചെയ്യാനുള്ള മൺപാത്രങ്ങളെ നമ്മൾ ഓരോരുത്തരും അതിനെ ക്യാരി ചെയ്യണമെങ്കിൽ നാം ശക്തിയുള്ളവരായി തീർന്നേ പറ്റത്തുള്ളൂ. നാം ബലമുള്ളവരായി തീർന്നേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അനാവശ്യമായുള്ള എല്ലാ ഭയങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. എല്ലാ ആകുല ചിന്തകൾ നീങ്ങിപ്പോകട്ടെ. ചില ദൈവ പ്രവർത്തികൾക്ക് വേണ്ടി കർത്താവ് നിങ്ങളെ ഒരുക്കുകയാണെന്നുള്ള തിരിച്ചറിവോടെ എന്നെയും എന്റെ ഭവനത്തെ ദിവസങ്ങൾ കർത്താവെ ആത്മാവിനാൽ പണിയണമേ. നിങ്ങളുടെ ഭവനത്തിലെ പ്രിയപ്പെട്ടവരുടെ പേര് പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവെ, എന്റെ പ്രിയപ്പെട്ടവരുടെ മേൽ ആത്മാവിനാൽ ഒരു പണി നടക്കട്ടെ. കർത്താവ്, എന്റെ ഭർത്താവിന്റെ മേൽ, എന്റെ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മാവിനാലുള്ള പണികൾ നടക്കട്ടെ. എന്റെ ശുശ്രൂഷയുടെ മധ്യ കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ചില പണികൾക്കായിട്ട് എന്നെ ഏൽപ്പിച്ചു തരികയാണെന്ന് പ്രാർത്ഥിച്ച് വചനം ഇങ്ങനെ പറയുന്നു. സ്തോത്രം. കൈപ്പണിയായ കെട്ടിടത്തിലല്ല ദൈവം വസിക്കുന്നത്. ദൈവം ഞാൻ ആദ്യം ഓർപ്പിച്ചതുപോലെ ദൈവം സൃഷ്ടിച്ച തന്റെ സ്വന്തം കൈകൾ, സ്വന്തം ഇഷ്ടപ്രകാരം തന്റെ ഇമേജ് സൃഷ്ടിച്ച, സാദൃശ്യപ്രകാരം സൃഷ്ടിച്ച നമ്മളുടെ ഓരോരുത്തരുടെ മേലും ക്രിസ്തു വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തു നമ്മൾ വസിക്കുന്നുവെങ്കിൽ ഈ ആലയത്തിന്റെ പണിക്ക് വേണ്ടി നമ്മൾ എത്ര ഉത്സാഹിക്കണം ദൈവമക്കളെ. ഹല്ലേലൂയ. യെരൂശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന് വേണ്ടി കർത്താവിന്റെ ആത്മാവ് തെരുബാബേലിലൂടെ ഉത്ബോധിപ്പിക്കുമ്പോൾ ഈ പകൽക്കാലം ക്രിസ്തുവിന്റെ ആലയങ്ങളായിരിക്കും നാം ഓരോരുത്തരും. നമ്മെ പണിയാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ തികഞ്ഞവരായി പണിത് പുറത്തെടുക്കുവാൻ തക്കവണ്ണം നമ്മെ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറായി. കർത്താവെ, ആത്മാവിനാലുള്ളൊരു പണി എന്റെ മേൽ നടക്കണമേ, എന്റെ ഭവനത്തിൽ മേൽ നടക്കണമേ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗമായി കർത്താവെ എന്നെ തന്നെ സമർപ്പിക്കാൻ പ്രാർത്ഥിച്ചേ. ചിലർക്കൊക്കെ വീഴ്ച ആഘോഷമാകുമ്പോൾ, ചില വീഴ്ചകളെ നോക്കി ചിലർ ആഘോഷിക്കുമ്പോൾ കൈപിടിച്ച് താങ്ങുന്നൊരു തമ്പുരാനുണ്ട് കേട്ടോ. ഹല്ലേലൂയ. പലപ്പോഴും വീണു പോയപ്പോൾ കർത്താവിന്റെ ആത്മാവ് പലപ്പോഴും നമ്മളോട് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. വചനത്തിലൂടെ, നമ്മുടെ മനസ്സാക്ഷിയോട്, അല്ലെങ്കിൽ പ്രവാചകന്മാരിലൂടെ ഒക്കെ കർത്താവ് സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അതുമല്ലെങ്കിൽ സ്തോത്രം, കർത്താവ് ചെയ്തൊരു പ്രവൃത്തിയാ ഏൽപ്പിച്ചു കൊടുക്കും. ലോകത്തിന് മുമ്പിൽ പാപത്തെ വെളിപ്പെടാൻ തക്കവണ്ണം, എക്സ്പോസ് ചെയ്യാൻ തക്കവണ്ണം ദൈവം ഏൽപ്പിച്ചു കൊടുക്കും. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അങ്ങനെയെങ്കിലും ഒന്ന് മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. അത് തമ്പുരാന് സ്നേഹമില്ലാത്ത കൊണ്ടല്ല കേട്ടോ. സ്തോത്രം. കർത്താവിന്റെ സ്നേഹം കൂടുതൽ കൊണ്ടാ. സ്തോത്രം. അവിടെ മാനസാന്തരപ്പെടാതിരുന്നാൽ നമ്മുടെ കാര്യം കഷ്ടമാ. ഹല്ലേലൂയ. ഞാനത് പറയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് ശക്തമായിട്ട് എന്നോട് പറയുന്നൊരു ദൂത. ഹല്ലേലൂയ. കർത്താവ് ചിലരെ എക്സ്പോസ് ചെയ്യും കേട്ടോ. ഹല്ലേലൂയ. ചില ഹൈ റാങ്കിങ്ങിലുള്ള ചിലരെ, അത് എങ്ങനെയാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല. സ്തോത്രം. ഒഫീഷ്യലി അല്ലെങ്കിൽ സ്പിരിച്വലി അല്ലെങ്കിൽ ആ മേഖല എന്തും ആയിക്കോട്ടെ. സ്തോത്രം. കർത്താവ് ചിലരെ എക്സ്പോസ് ചെയ്യും. അങ്ങനെയുള്ള ചില ന്യൂസുകൾ നമ്മൾ കേൾക്കാൻ പോകുക. അവര് നശിച്ചു പോകാൻ വേണ്ടിയിട്ടല്ല. സ്തോത്രം. മാനസാന്തരപ്പെടുവാൻ,
റിബാലവ ശാന്തൽ കൗഡ രഗജന ദുരബലവലവ ശാന്തരാതുരികടകസി ഈ പകൽക്കാലത്ത് ഏൽപ്പിച്ചു കൊടുത്ത് കർത്താവിനെ പണിക്കായി ഏൽപ്പിച്ചു കൊടുത്ത് ആത്മാവിലെന്നെ പണിയണമേ, ആത്മാവിനെന്നെ പണിയണമെന്ന് ഏൽപ്പിച്ചു കൊടുത്ത് ഹാലേലൂയ ഹാലേലൂയ പ്രാർത്ഥിക്കാൻ തയ്യാറായിക്ക് റിക്കമൻ ഹതര ഘടകം നിങ്ങളുടെ ലൈഫ് ഡിലേ ആയി കിടക്കുന്ന സകലതും ഈ പകൽക്കാലം ദൈവത്തെ റീസ്റ്റോർ ചെയ്യപ്പെടാൻ പോകുക. ഈ പകൽക്കാലം വിശ്വസിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കുന്നുവെങ്കിൽ കർത്താവിന് വലിയ ഹാലയിൽ ഫേവറുകൾ ചില ഭവനങ്ങളുടെ മധ്യേ വെളിപ്പെടും. ആത്മാവിനാ ചില ശക്തിപ്പെടലുകൾ യേശുവിന്റെ നാമത്തിൽ പകൽക്കാലം ചില ഭവനത്തിന്റെ മധ്യേ പ്രിയപ്പെട്ടവരുടെ മധ്യേ വെളിപ്പെടട്ടെ. പരിശുദ്ധരായ കർത്താവ്, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ പാതപടി ആയിരിക്കാൻ കർത്താവ് ഞങ്ങൾ സഹായിച്ചത്, നിങ്ങളുടെ ആത്മാവ് ഞങ്ങൾ ഓരോരുത്തരോട് വ്യക്തിപരമായി സംസാരിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വചനത്തിന്റെ ആഴങ്ങളെ ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു. കേൾക്കപ്പെട്ട വചനങ്ങൾ ഓരോ ഹൃദയങ്ങളിലും ക്രിയ ചെയ്യട്ടെ കർത്താവ്. വലിയ അത്ഭുതങ്ങളായി, അടയാളങ്ങളായി, സൗഖ്യങ്ങളായി അത് വ്യാപരിക്കട്ടെ കർത്താവ്. ചില ആഘോഷങ്ങൾ, ചില ഭവനങ്ങൾ കർത്താവെ ദിവസങ്ങൾ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില പർവ്വതങ്ങൾ, ചില ഭവനങ്ങളിൽ നിന്ന് പൂർണ്ണമായിട്ടും നീങ്ങിപ്പോയതിനായി സ്തോത്രം ചെയ്ത് കർത്താവ്. കൃപയെ നാർക്കുവാൻ ചില ഭവനങ്ങളെ പരിശുദ്ധാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നപ്പ. മഹത്വമാന കർത്താവ് എടുക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ.